പ്രപ്പോസ് റിജക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ഒരു 2 എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ചേട്ടോ. ഒന്നാമത്തേത്, നിങ്ങളിപ്പോൾ സിറ്റിയിലോട്ട് പോകണമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ആവശ്യത്തിന്. സിറ്റിയിലോട്ട് പോകുമ്പോൾ മൊത്തം മഴവെള്ളം ബ്ലോക്കായി അല്ലെങ്കിൽ റോഡ് പണി അങ്ങനെ എന്തെങ്കിലും ആയി കിടക്കുന്നു. അപ്പോൾ 2 ആളുകളുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ ചിന്തിക്കുകയാണ്, അയ്യോ ഇല്ല പോച്ച് വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി പോകാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോവാണ്. നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള വേറൊരുത്തൻ, അവനാണെങ്കിൽ കുറുക്ക് വഴി അറിയാം, വേറൊരു വഴി പോകാനറിയാം. അവനെന്ത് ചെയ്യും, അതുവഴി പോവും. അവനെന്ത് ചെയ്യും, സക്സസ് ആയിട്ട് അവിടെ ചെല്ലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫെയിലായി, അവൻ സക്സസ് ആയെന്ന് വിചാരിച്ചു. അപ്പോഴിവിടെ വ്യത്യാസം എന്തുവാ, നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, അങ്ങ് തിരിച്ചു പോയി. അവനെന്ത് ചെയ്ത്, അവന് കറക്റ്റായിട്ട് അവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയാം. അതവൻ ചെയ്ത് അവനെന്ത് ചെയ്ത് സക്സസ് ആയി. ഓക്കെ, അങ്ങനെ വിചാരിച്ചു. സെക്കൻഡ്, ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ കാണും, ഇല്ലെങ്കിൽ അമ്മൂമ്മമാർ കാണും, ഇല്ലെങ്കിൽ ഈ ടച്ച് മൊബൈൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടായിരിക്കും. അവരെന്തെങ്കിലും ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ യൂട്യൂബ് എന്തെങ്കിലും എടുക്കും, അല്ലെങ്കിൽ വാട്സപ്പ് എന്തെങ്കിലും എടുക്കും. അതിൽ എന്തെങ്കിലും ചെയ്യുമ്പം അലോ ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ഡെനി ഓപ്ഷൻ വരും, അല്ലെങ്കിൽ പെർമിഷൻ ഓപ്ഷൻ വരും, അല്ലെങ്കിൽ സെറ്റിങ്സ് എന്തെങ്കിലും ഓപ്ഷൻ വന്ന് കിടപ്പുണ്ടായിരിക്കും. അപ്പോഴേ ചിലപ്പോൾ നെറ്റ് ഓഫ് ആയിരിക്കും, എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അവർക്ക് അവിടെ എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്ന എന്തുമായിരിക്കും, പോച്ച് എല്ലാം പോയി, ഇനി കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഫോണെടുത്ത് മാറ്റി വെച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ചിലപ്പം നെറ്റൊന്നും ഓണാക്കാത്ത കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ ടോർ ചിലപ്പോൾ ഓണായിക്കൊണ്ട് വെച്ചിട്ട് അയ്യോ ഓഫ് ആവുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ അത് സിമ്പിളൊരു വിഷയമായിരിക്കും. നമ്മളെന്ത് ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്യും. നെറ്റ് ഓഫാണെങ്കിൽ അത് ഓണാക്കി കൊടുക്കും. ചിലപ്പോൾ ഡാറ്റ സേവറോ എന്തെങ്കിലും ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓണാക്കുമ്പോൾ അത് സോൾവ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ മൊബൈലിൽ ഈ പ്രശ്നം വരുന്നെങ്കിലോ നിങ്ങളെന്ത് ചെയ്യും, അപ്പം തന്നെ അത് സോൾവ് ആക്കും. അപ്പോൾ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛൻ മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്തവർ നമ്മളും തമ്മിലുള്ള വ്യത്യാസം, അവർക്ക് ആ സിറ്റുവേഷനെ എന്ത് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ തെറ്റായിട്ട് എന്തെങ്കിലും ടച്ച് ചെയ്യും, അത് കുളമാക്കും. നമുക്ക് അവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, അത് ചെയ്ത് അതുകൊണ്ട് അത് സോൾവ് ആയി. ഓക്കെ, ഇപ്പോൾ ആ റോഡിൻ്റെ എക്സാമ്പിൾ തന്നെ പറഞ്ഞ് അവന് ആ കറക്റ്റായിട്ട് വഴി പോകാനറിയാം. അവൻ ആ സിറ്റുവേഷനിൽ എന്താണോ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്ത് അവൻ സിറ്റിയിലെത്തി. നമുക്ക് ചെയ്യാൻ അറിയത്തില്ല, നമ്മളെന്ത് ചെയ്ത് ഓക്കെ അല്ല ഇതോടെ തീർന്നു എന്ന് വിചാരിച്ച് അതല്ലെങ്കിൽ അറിയാത്ത ഏതെങ്കിലും റൂട്ട് പോവും, എല്ലാം കുളമായിപ്പോവും. അപ്പോൾ ഇതേ കാര്യം തന്നെ പ്രപ്പോസിൻ്റെ കാര്യത്തിൽ പറയാൻ പോവാം. പ്രപ്പോസ് റിജക്റ്റ് ചെയ്താൽ 2 രീതിയിൽ ചിന്തിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രീതി പോച്ച് എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചാൽ നടത്തിയിട്ട് അതായത് പ്രപ്പോസ് റിജക്റ്റ് ചെയ്താൽ പിന്നെ സ്കോപ്പേ ഇല്ല, പിന്നെ സാധ്യതയില്ല എന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ വിട്ട് പോകും. മോസ്റ്റ്ലി അങ്ങനെ നടക്കാൻ ചെയ്യും, എല്ലാം കൊടുത്ത് ഇനി വഴിയില്ലെന്ന് വിചാരിച്ച് മനസ്സിൽ വിഷമിച്ചിട്ട് അങ്ങനെ ഇരിക്കും. ഓക്കെ, സെക്കൻഡ്, ഞാൻ ഒരുപാട് ചെയ്താൽ ഞാൻ ഒരുപാട് എഫർട്ട് എടുക്കുമ്പോൾ അവർക്ക് എൻ്റെ സ്നേഹം മനസ്സിലാവും, ഞാൻ റിയൽ സ്നേഹമാണ്, അതാണ് മനസ്സിലാവും. അപ്പോൾ അവർക്ക് ഇഷ്ടം വരുന്ന ഐഡിയയിൽ എന്തൊക്കെ കാണിച്ചു കൊടുക്കും. സിനിമയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നു, ഞാൻ നമ്മൾ കാണിക്കാൻ ഒരുപാട് നാൾ ഇരിക്കട്ടെ, നമ്മൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അവനോട് പോയി എന്ന് പറഞ്ഞ് മിസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചിട്ട് അത് റിയലാണ് വെച്ചിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ അതൊക്കെ ഫോളോ ചെയ്യും. എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഇഷ്ടപ്പെടുന്ന കാര്യം അത് നടത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കേസ് തന്നെ ഒരു ടച്ച് ഫോണിൽ ഒരു ഇറ കാണിക്കുന്നത്, അവിടെ 2 രീതിയിൽ പെരുമാറുന്നു, അയ്യോ എല്ലാം പോയി പറഞ്ഞിട്ട് മൊബൈൽ എടുത്ത് മാറ്റി വെക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് നടക്കത്തില്ല. സെക്കൻഡ്, നമ്മൾ വേണ്ടതൊക്കെ എനിക്ക് എന്തെങ്കിലും കാണിക്കും, അപ്പോൾ നടക്കില്ല. അതുപോലെ നിങ്ങൾ എല്ലാം പോയി എന്ന് പറഞ്ഞ് വിട്ടാലും അവിടെ കിട്ടില്ല. അതുപോലെ രണ്ടാമത് തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, വേണ്ടതൊക്കെ പ്രസ് ചെയ്ത് ടച്ച് ഫോൺ കമ്പനി പോലെ മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് അവരുടെ ഇൻട്രസ്റ്റ് വരും, ഒരുപാട് ചെയ്ത് ഇൻട്രസ്റ്റ് വരും, ഞാൻ എഫർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത ഇൻട്രസ്റ്റ് വരും, അത് ചെയ്ത് ഇൻട്രസ്റ്റ് വരും, ഇത് ചെയ്ത് ഇൻട്രസ്റ്റ് വരും എന്ന് വിചാരിച്ച് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം രണ്ടും തെറ്റാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലായ കാര്യം സിറ്റുവേഷൻ വേറെ കാര്യം. ഇപ്പം പ്രപ്പോസ് റിജക്റ്റ് ചെയ്യുന്നത് തന്നെ പല ടൈപ്പാണ്. ഓക്കെ, ഒരേ ഒരു ടൈപ്പല്ല. അതായത് എന്നെ പ്രപ്പോസ് റിജക്റ്റ് ചെയ്തു എന്നൊരാൾ പറയുമ്പോൾ ശരി നിങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല. അത് പല സിറ്റുവേഷനിൽ പല കാര്യമായിരിക്കും ചെയ്യേണ്ടത്. ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്കപ്പായി അല്ലെങ്കിൽ എന്നെ റിജക്റ്റ് ചെയ്ത് ഇതുപോലെ പറയുമ്പോൾ തന്നെ ഏതോ ഒരു കാര്യം എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഉടനെ സോൾവ് ആവുമല്ല. പല സിറ്റുവേഷനിലും പലത് ചെയ്യണം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ, അതായത് പ്രപ്പോസ് റിജക്റ്റ് ചെയ്യുമ്പം അവിടെ നിങ്ങൾ സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുവാണെങ്കിൽ അവരെ വീണ്ടും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ടച്ച് സ്ക്രീനിൽ എവിടെയാണോ കറക്റ്റായിട്ട് പ്രസ് ചെയ്യേണ്ടത് അവിടെ പ്രസ് ചെയ്യുമ്പോൾ ആ വിഷയം സോൾവ് ആവുന്ന പോലെ എന്താണോ ആ സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്താൽ ആ ഇഷ്യൂ സോൾവ് ആയി കിട്ടും. മനസ്സിലായി? അതായത് സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുകയെന്ന് വെച്ചാൽ സിമ്പിൾ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, ഒരു പ്ലേ ബോയ് ഒരു ഗേളിനെ അട്രാക്റ്റ് ചെയ്യാൻ നോക്കുന്നു. അവൻ ഓരോ സിറ്റുവേഷനിലും അവന് മുമ്പേ ഉള്ള എക്സ്പീരിയൻസ് വെച്ചോ അല്ലെങ്കിൽ അവനറിയാവുന്ന കാര്യങ്ങൾ വെച്ചോ ആ ഗേളിൻ്റെ ബിഹേവിയർ വെച്ചോ എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവൻ ചെയ്യുന്നു. ഓക്കെ, അതായത് ഓരോ സിറ്റുവേഷനനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം എന്ന് കണക്ക് കൂട്ടിയിട്ട് ഓരോ ആക്ഷൻ നമ്മൾ എടുക്കുന്നതിനാണ് സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുമെന്ന് പറയും. മനസ്സിലായി? സൈക്കോളജിക്കലി തെറ്റായിട്ട് ബിഹേവ് ചെയ്യുകയെന്ന് വെച്ചാൽ മിസ്റ്റേക്കുകൾ ചെയ്യുന്നത്. ഇപ്പം കറക്റ്റായിട്ട് അവൈലബിലിറ്റി കൊടുക്കുന്നതാണ് സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഓവർ അവൈലബിലിറ്റി കൊടുക്കുന്നത് ഒരു സൈക്കോളജിക്കൽ റൂൾ നമ്മൾ തെറ്റിക്കുക. ഓക്കെ, മനസ്സിലായി? ചിലപ്പോൾ നമ്മൾ എനിക്ക് സത്യസന്ധമായിട്ട്
എനിക്ക് സത്യസന്ധമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഓവറായിട്ട് അവൈലബിൾ ആവുന്നത്. എങ്കിൽ പോലും ഞാനൊരു റോള് അവിടെ തെറ്റിക്കുവാണ്, മനസ്സിലായി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സൈക്കോളജിക്കലി ഞാൻ മിസ്റ്റേക്ക് ചെയ്ത്, സൈക്കോളജിക്കലി ഞാൻ തെറ്റായിട്ട് പെരുമാറി അവർക്ക് ഇൻട്രസ്റ്റ് ഡൗൺ ആവും, മനസ്സിലായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഏത് ഇഷ്യൂ ആയാലും 65% കൂടുതൽ, അതായത് ഇപ്പം ബ്രേക്കപ്പ് പറയുന്നത് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തത് ഏത് കേസായാലും, റിലേഷൻഷിപ്പിൽ ഏത് ഇഷ്യൂ ആയാലും, റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആവുന്നതിന് മുമ്പുള്ള ഇഷ്യൂ ആയാൽ പോലും 65% കൂടുതൽ കാര്യങ്ങളും നമുക്ക് സൈക്കോളജി ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ. അതിനാണ് സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് പറയുന്നത്. ആ ഇഷ്യൂ മനസ്സിലാക്കിയിട്ട് അവിടെ എന്താണോ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് ചെയ്യുമ്പം ആ ഇഷ്യൂ സോൾവ് ആയി കിട്ടും. ഇപ്പം ഏത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയാലും, ഇപ്പം ഞാനിപ്പോൾ വലിയ ആളൊന്നുമല്ല, ഇൻ്റർനാഷണൽ സൈക്കോളജിസ്റ്റുകളുണ്ടല്ലോ, അതായത് വലിയ വലിയ സൈക്കോളജിസ്റ്റുകൾ, റിലേഷൻഷിപ്പിൻ്റെ സൈക്കോളജിസ്റ്റുകൾ, അവരൊക്കെ പറയുന്നത് 95% എന്ത് ഇഷ്യൂ ആയാലും, ബ്രേക്കപ്പ്, അതായത് റിലേഷൻഷിപ്പ് ഇഷ്യൂ, ബ്രേക്കപ്പ് എന്തും ആയാലും അത് സൈക്കോളജി ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും 95%. ബാക്കി 5% മാത്രമേ ഉള്ളൂ ഒരുപാട് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ പ്രപ്പോസ് റിജക്റ്റ് ചെയ്യുന്ന തന്നെ പല സിറ്റുവേഷനും പല ടൈപ്പായിട്ടുള്ള, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു 5 ടൈപ്പ് ഇതിൽ പറഞ്ഞുതരാം. അതായത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന ഒരുപാട് പ്ലേ ബോയ്സ് ഉണ്ട്, അവരെയൊക്കെ തുടക്കത്തിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും അതുപോലെ ആ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയായിരുന്നു, എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത്, അതുപോലെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പഠിക്കുമ്പോൾ എനിക്ക്, അതായത് അവരോട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് പ്രപ്പോസ് റിജക്റ്റ് ചെയ്തിട്ടുള്ള കോൾ കൺസൾട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ഐഡിയ ഉണ്ട്, അങ്ങനെ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ പഠിച്ചിട്ടുണ്ട്, കുറേ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോഴേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് മെയിനായിട്ട് ഒരു 5ആയിട്ട് തിരിക്കാം. അതിലേറ്റവും ഒരുപാടുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സോണിൽ നിന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് ഫ്രണ്ട് സോണിൽ ജസ്റ്റ് മിണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും, ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ലായിരിക്കും. അതുപോലെ അവരും ജസ്റ്റ് നമ്മളോട് മിണ്ടുന്നുള്ളതായിരിക്കും. ഒന്ന് കണക്റ്റായിട്ട് മിണ്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അങ്ങ് പ്രപ്പോസ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് സോണിൽ നിന്നിട്ട് പ്രപ്പോസ് ചെയ്യുമായിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിഗിനിങ്ങിൽ തന്നെ കയറി പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് അത് തന്നെ 2 ടൈപ്പുണ്ട്. നോട്ട് ഇൻട്രസ്റ്റഡ് കാറ്റഗറി ഉണ്ട്, ഇൻട്രസ്റ്റഡ് കാറ്റഗറി ഉണ്ട്. രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോട്ട് ഇൻട്രസ്റ്റഡ് കാറ്റഗറി എന്ന് വെച്ചാൽ ഒരു ഗേളിനെ പോയി അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്ക് തന്നെ അറിയാം അത് നമ്മളോട് ജസ്റ്റ് മിണ്ടുന്നതെന്നുള്ള, അതിൽ കൂടുതൽ നമുക്ക് ഐ കോൺടാക്റ്റ് തരുന്നതേ ഇല്ല. അതായത് ജസ്റ്റ് ഇങ്ങോട്ട് നമ്മളെക്കുറിച്ച് അധികമായിട്ടൊന്നും ചോദിക്കുന്നതേ ഇല്ല, അവർ അധികമായിട്ട് പറയുന്നേ ഇല്ല. ചിലപ്പോൾ വൺ വേർഡായിട്ട് സംസാരിക്കുമായിരിക്കും, നമ്മളോട് മിണ്ടുന്നുണ്ടായിരിക്കും, ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ പോയി അങ്ങോട്ട് കോൾ ചെയ്താൽ എടുത്ത് സംസാരിക്കുമായിരിക്കും. നമ്മളങ്ങോട്ട് അതായത് ഇപ്പോൾ കോളേജിൽ വെച്ച് കാണുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടിയാൽ തിരിച്ച് മിണ്ടുമായിരിക്കും, ഓക്കെ. അല്ലാതെ ഇങ്ങോട്ടൊന്നും മിണ്ടണമെന്നോ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. നമുക്ക് തന്നെ അറിയാം ഇതൊന്നും മിണ്ടലിൽ നിന്ന്, അതായത് മിണ്ടുന്നുണ്ട്, അടുത്ത ചെറിയൊരു ലെവൽ പോലും ആയിട്ടില്ല. ആ സ്റ്റേജിൽ തന്നെ ആണുങ്ങൾ മെയിനായിട്ട് ഈ മിസ്റ്റേക്ക് ചെയ്തും പ്രപ്പോസ് ചെയ്യും. അപ്പോൾ അവിടെ റിജക്ഷനേ കിട്ടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോട്, അതായത് ഞാൻ പറഞ്ഞുതരാം, ഇപ്പം എങ്ങനെയാണ് പറയുന്നത്, ഒരു പ്ലേ ബോയ് ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. അവന് അറിയാം കറക്റ്റായിട്ട് എങ്ങനെ അവിടെ എന്താണ് അവൻ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന്. അവനറിയാം സൈക്കോളജിക്കലി കറക്റ്റായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. അവനറിയാം പ്രപ്പോസിന് മുമ്പ് ഒരു ഗേളിന് നമ്മളോടും ഇൻട്രസ്റ്റ് തോന്നിപ്പിച്ചിട്ട് പ്രപ്പോസ് ചെയ്യണം, അതവന് കറക്റ്റായിട്ട് അറിയാം, മനസ്സിലായി. നമ്മൾ ഇപ്പോൾ ആണുങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു ഇൻട്രസ്റ്റ് പോലും വന്നിട്ടില്ലായിരിക്കും, അതിന് മുമ്പേ കയറി പ്രപ്പോസ് ചെയ്യും. പക്ഷേ ഒരു പ്ലേ ബോയ് അങ്ങനെ എത്തില്ല. അവൻ ആദ്യം ചെയ്യുന്നത് ഒരു ഗേളിനെ അപ്രോച്ച് ചെയ്തിട്ട് അവൻ്റെ അടുത്ത ഗോൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നിലെങ്ങനെയും ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം, മനസ്സിലായി. ഇങ്ങനെ ചെയ്തിട്ട് അവൻ പ്രപ്പോസ് ചെയ്യത്തുള്ളൂ, ഓക്കെ, മനസ്സിലായി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ നേരിട്ട് നിന്ന് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഗേളിനെ അവൻ പോയി പ്രപ്പോസ് ചെയ്യത്തില്ല. എന്ത് ചെയ്താൽ എന്നോട് ഒരു അട്രാക്ഷൻ വരും, എന്ത് ചെയ്താൽ എന്നോട് ഒരു ഇൻട്രസ്റ്റ് വരും, മനസ്സിലായി. ഇത് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു ഇൻട്രസ്റ്റ് വരുത്, എന്നിട്ട് എന്തെങ്കിലും ആ ഇൻട്രസ്റ്റ് പയ്യെ അവന് ഡെവലപ്പ് ചെയ്യും, മനസ്സിലായി. ആണുങ്ങൾ മെയിനായിട്ട് ഇവിടെയാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. അവന്മാർക്ക് തന്നെ അറിയായിരിക്കും പ്രപ്പോസ് ചെയ്താൽ റിജക്ഷൻ കിട്ടുമോ ഇല്ലയെന്ന് നല്ല ഡൗട്ടായിരിക്കും, എന്നിട്ടും പോയി പ്രപ്പോസ് ചെയ്യും. എപ്പോഴാണ് പ്രപ്പോസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പ്രപ്പോസ് ചെയ്താൽ അക്സെപ്റ്റ് ഉറപ്പായിട്ടും ചെയ്യും എന്നുള്ളൊരു ഇത് നമുക്കൊരു ഇൻസ്റ്റിക്റ്റ് തോന്നണം, മനസ്സിലാവും. അപ്പോഴാണ് പ്രപ്പോസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കിപ്പോൾ ഇൻട്രസ്റ്റേ ഇല്ലാത്തൊരു ആളാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പെണ്ണ് ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്താൽ എങ്ങനെ ആയിരിക്കും? അതായത് നിങ്ങൾ അവളോട് മിണ്ടുന്നുണ്ട്, നിങ്ങൾക്ക് അവളോട് അങ്ങോട്ട് പോയി മിണ്ടണമെന്ന് പോലും താല്പര്യമില്ല, ഓക്കെ, അങ്ങനെയാണെന്ന് വിചാരിച്ചു. അതായത് അവളിപ്പോൾ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവളോട് പോയി മിണ്ടണമെന്നൊരു താല്പര്യമേ ഇല്ല. നോർമലായിട്ട് അവൾ നിങ്ങൾ വെറും സാധാരണ ഒരു പെണ്ണായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അവളോട് ഇൻട്രസ്റ്റേ ഇല്ലെന്ന് വെച്ചു. അങ്ങനെ ഒരു ഗേൾ പെട്ടെന്ന് നിങ്ങളെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ച് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല, ഓക്കെ. അതുപോലെയാണ് ഒരു ഗേളും ചിന്തിക്കുന്നത്. അവൾക്ക് ഉള്ളിൽ നിങ്ങളെ വേണമെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവൾക്ക് ഇങ്ങോട്ടൊരു ക്രഷും തോന്നിയിട്ടല്ലോ, ഓക്കെ. ഇത് രണ്ടും ഇല്ലാത്തടത്തോളം കാലം ചെന്ന് പ്രപ്പോസ് ചെയ്താൽ മോസ്റ്റ്ലി അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഓക്കെ. അവിടെ റിജക്ഷനേ നമുക്ക് കിട്ടത്തുള്ളൂ.
അതൊന്നാമത്തത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിഗിനിങ്ങിൽ തന്നെയുള്ള പ്രപ്പോസ് ഇൻട്രസ്റ്റഡ് കാറ്റഗറി വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗേള് നിങ്ങളോട് മിണ്ടുന്നുണ്ടായിരിക്കും, അവൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതായത് അവർ ഇങ്ങോട്ട് വിളിക്കാനുള്ള ഇൻട്രസ്റ്റ്, മിണ്ടാനുള്ള ഇൻട്രസ്റ്റ്, ഇങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അതിങ്ങനെ ലെവലപ്പായി വരുമായിരിക്കും. അവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യുമ്പോൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ എന്നോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, എന്നോട് നല്ലപോലെ മിണ്ടുന്നുണ്ടല്ലോ, അവിടെ റിജക്റ്റ് ചെയ്തെന്ന് വിചാരിക്കും. ഓക്കെ, അവിടെ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് 100 ഇൻട്രസ്റ്റ് വന്നിട്ടില്ല. ഓക്കെ, അതായത് നിങ്ങൾ ചിന്തിക്കും നമ്പർ തന്നാൽ ഓക്കെ, നമ്പർ തന്നിട്ടുണ്ട്, അപ്പോൾ എന്നോട് പ്രേമമുണ്ട് എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ എന്നോട് ഇങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അപ്പോൾ എന്നോട് പ്രേമമുണ്ട് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളിന്ന് പ്രപ്പോസ് ചെയ്യും. അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോ, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് 100 ആണെന്ന് വിചാരിക്കില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ വേണം, നിങ്ങളുടെ പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടല്ലോ, അവളെ ലവറായിട്ട് വേണം, നിങ്ങൾ കപ്പിളാവണമെന്ന്. അതേ ആ ഫീൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് 100% ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ അവർക്ക് 100% ഇൻട്രസ്റ്റ് വരണം. ഇപ്പം നമ്പർ തരുന്നത് ഒരു 30%, 50% അത്രയേ ഉള്ളൂ. അതുപോലെ നിങ്ങളിപ്പോൾ റോഡിൽ നിൽക്കുമെന്ന് വെച്ചോ, റോഡിൽ നിൽക്കുമ്പം നിങ്ങളൊരു ഗേൾ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 30% ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ഐ കോൺടാക്റ്റ് വെക്കുന്നുണ്ട്, അതായത് നിങ്ങളെന്ന് അപ്രോച്ച് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്. പിന്നെ ഏറ്റവും കൂടിയത് 100 വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ട് നല്ല ക്രഷ് അടിച്ച് അങ്ങനെ വരും. പക്ഷേ അത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഐ കോൺടാക്റ്റ് വെക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 30% മുതൽ 100% വരെ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല 100 അപ്പോൾ നമ്മളവിടെ പോയി അപ്രോച്ച് ചെയ്യുന്നതിന് വരെ നമ്മളവിടെ ചെന്ന് പ്രപ്പോസ് ചെയ്താൽ ചിലപ്പോൾ അവൾക്ക് 30% കാണത്തുള്ളായിരിക്കും. ഓക്കെ, നമ്മളെ ലവറായിട്ട് ഇത് ആ ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല. നമ്മളെന്ന് അപ്രോച്ച് ചെയ്യണം, അപ്രോച്ച് ചെയ്യുമ്പോഴായിരിക്കും ആ ഇൻട്രസ്റ്റ് പയ്യെ ഡെവലപ്പ് ആകുന്നത്. മനസ്സിലായി? അതുപോലെ തന്നെ ഒരു ഗേൾ നിങ്ങളോട് ഇങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് അർത്ഥം. ഇൻട്രസ്റ്റ് ഉണ്ടെന്നതിന് അർത്ഥം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നല്ല അർത്ഥം, അതായത് പ്രേമിക്കുന്നുണ്ടെന്നല്ല അർത്ഥം. അത് 100 എത്തണം. മനസ്സിലായി? അതായത് നമുക്കായാലും അങ്ങനെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് 50% ഇൻട്രസ്റ്റൊക്കെ നമുക്കും കാണും ഓരോരുത്തരോട്. അതായത് കിട്ടിയാൽ കൊള്ളാം എന്നൊരു ഫീലേ കാണത്തുള്ളൂ. അല്ലാതെ അവരൊന്ന് അകന്നു പോയാൽ നമുക്ക് ഒരുപാട് വിഷമമുള്ളല്ലോ അങ്ങനെയൊന്നും ഫീലേ കാണത്തില്ല. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ഗേൾസ് മിണ്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ കിട്ടിയാൽ കൊള്ളാം എന്നൊരു ഫീലേ ഉള്ളൂ. അല്ലാതെ അവർ പോയാലോ അല്ലെങ്കിൽ അവരോട് മിണ്ടാൻ പറ്റിയില്ലെങ്കിലോ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. കാരണം എന്താ, നമുക്ക് 100 ഇല്ല, ഒരു 50% ഒക്കെ ഉള്ളൂ. കിട്ടിയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ല, പോട്ടെ എന്നൊരു ഫീലായിരിക്കും. ആ 50% ഉള്ളൂ. അതുപോലെ അവർ 50 നിൽക്കുമ്പോഴായിരിക്കും നമ്മളൊന്ന് പ്രപ്പോസ് ചെയ്താൽ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായി? അപ്പോൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഇൻട്രസ്റ്റ് 100 നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ പ്രപ്പോസ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള ഐഡിയ ഉള്ളത്. അവർ ചിലപ്പോൾ നമ്മളോട് നല്ലപോലെ മിണ്ടുന്നുണ്ടായിരിക്കും. നല്ലപോലെ മിണ്ടുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും എന്നെ പ്രേമിക്കുന്നതെന്നല്ല അതിനർത്ഥം. അവർക്കൊരു 50%, 60% നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലായി? അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവൈലബിലിറ്റി കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്തോരും ഇൻട്രസ്റ്റ് പയ്യെ ഡെവലപ്പ് ആകാൻ തുടങ്ങും. ഓക്കെ, തന്നെത്താനെ അടുത്തടുത്ത ലെവലിലോട്ട് പോകും. അതായത് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരുമായിരിക്കും, നല്ലപോലെ മിണ്ടിക്കൊണ്ടിരുന്ന പെണ്ണ് ആദ്യം മെസ്സേജ് ഇട്ട്, പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ പയ്യെ വന്നേ. അപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്ത് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പ്രപ്പോസ് ചെയ്ത്, അപ്പോൾ എന്നെ റിജക്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് റിപ്പീറ്റായിട്ട് ചെയ്ത് പയ്യെ അടുത്തടുത്ത ലെവലിലോട്ട് പോകുമായിരുന്നു തന്നെത്താനെ. അങ്ങനെ എന്ത് ചെയ്യും, തന്നെത്താനെ 100 എത്തിക്കുള്ളായിരുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടായിരുന്നു. കാരണം ബീനിങ്ങിൽ നിങ്ങളോട് നല്ലൊരു ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം അത്രയ്ക്ക് മതി അവർക്ക്. അല്ല അഡീഷണലായിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യേണ്ട. ഓൾറെഡി അവർ നമ്മളിൽ അട്രാക്റ്റഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എടുത്തിയാടി പ്രപ്പോസ് ചെയ്യാതെ ആ ഒരു ലെവലിൽ തന്നെ പോയെങ്കിൽ എന്ത് ചെയ്തേനെ, കുറച്ച് നാളിനുള്ളിൽ തന്നെ എന്ത് ചെയ്തേനെ, ഇൻട്രസ്റ്റ് 100 വന്നേനെ. 100 എത്തുമ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തേനെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്യാമായിരുന്നു. അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾ പ്രപ്പോസ് ചെയ്ത്. അതാണ് അവിടെ മിസ്റ്റേക്ക് വന്നത്. മനസ്സിലായോ? 50% ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ അതായത് മുമ്പ് ജസ്റ്റ് മിണ്ടാനുള്ള ഇൻട്രസ്റ്റ് ആണ്, പിന്നെ പയ്യെ കൂടി 50% വന്ന്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി ഇഷ്ടം കൂടി വരിക. അപ്പോഴെന്ത് ചെയ്യും, നിങ്ങൾക്ക് 100 ഉള്ളതുകൊണ്ട് നിങ്ങൾ അപ്പോൾ തന്നെ പ്രപ്പോസ് ചെയ്ത്. അവർക്ക് അപ്പോഴും 100 ആയിട്ടില്ല. 2 പേർക്ക് 100 ഉള്ളപ്പോഴാണ് 2 പേരോട് സമ്മതിച്ച് റിലേഷനിലോട്ട് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് 100 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, അയാൾ റിജക്റ്റ് ചെയ്യും. മനസ്സിലായി? കാരണം അയാൾക്ക് 100 ഇല്ല. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ 100 ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോൾ ഒരു പെണ്ണിനോട് 50% ഇൻട്രസ്റ്റ് ഉള്ളെങ്കിൽ മിണ്ടുന്നെങ്കിൽ മിണ്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ഐഡിയ ആയിരിക്കും. അതുപോലെ
അവർക്കൊരു 50% ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, വേണോ വേണ്ടെന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും. 50% ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ 50% ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കുക. 50% അല്ലേ ഉള്ളൂ, ബാക്കി 50 ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോഴേ എന്തിനാ ധൃതി വെച്ച് എന്തിനാണ് ഇവനോട്ട് റിലേഷന് വരുന്നത്, ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയയിൽ അറിയത്തില്ലടാ പിന്നെ എപ്പോഴേലും നോക്കാം എന്നുമെല്ലാം പറഞ്ഞ് നമ്മൾ ആട്ടി വിടത്തേ ഉള്ളൂ. മനസ്സിലായി? ഒരു 65-70% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ അറിയത്തില്ല, ആലോചിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴേലും നോക്കാം, കുറച്ച് കാലം മിണ്ടിയിട്ട് നോക്കാം, ഇതുപോലെ പറഞ്ഞ് ഒഴിവാക്കി വിടത്തുള്ളൂ. കാരണം അവർക്ക് 100% ഇല്ലാത്തതുകൊണ്ട് തന്നെ 100% ഉള്ളപ്പോഴാണ് നമ്മളെ വേണമെന്ന് തോന്നുന്നത്. ഇപ്പോൾ 100% ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വേണമെന്നൊരു ഐഡിയയെ അവരുടെ ഉള്ളിൽ കാണത്തില്ല. മനസ്സിലായി? അപ്പോഴും നമ്മൾ പ്രപ്പോസ് ചെയ്താൽ അറിഞ്ഞുകൂടാ, പിന്നെ എപ്പോഴേലും നോക്കാം, പിന്നെ ആലോചിക്കാം, ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് മിണ്ടാം, എന്നിട്ട് പിന്നെ എപ്പോഴേലും ആലോചിക്കാം, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടത്തേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ അപ്പോഴും പ്രപ്പോസ് ചെയ്യാതെ അങ്ങനെ തന്നെ നിന്നെങ്കിൽ പയ്യെ പയ്യെ ഇൻട്രസ്റ്റ് താനേ ഡെവലപ്പായേനെ. കാരണം ഇതുവരെ അങ്ങനെ തന്നെ ഡെവലപ്പായി വന്നത്. 50%, 60%, ആദ്യം ചാറ്റായിരുന്നു, പിന്നെ കോളായിരുന്നു, വീഡിയോ കോളായിരുന്നു, അങ്ങനെ ഇതുവരെ തന്നെത്താനെ ഡെവലപ്പായി വന്നതായിരുന്നു. നിങ്ങൾ ഇടയ്ക്ക് കയറി പ്രപ്പോസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ വരെ തന്നെത്താനെ ഡെവലപ്പായി വന്നതായിരുന്നു. കുറച്ച് നാൾ അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നെങ്കിൽ താനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് താനെ ഡെവലപ്പായി പിന്നെ മീറ്റ് ചെയ്തേനെ, അങ്ങനെ താനെ കയറിപ്പോയേനെ. ഇനി പ്രപ്പോസ് റിജക്ഷൻ്റെ വേറെ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതായത് ഫ്രണ്ടായിട്ട് മിണ്ടുന്നുണ്ടായിരിക്കും, നമ്മളോട് മിണ്ടുന്നുണ്ടായിരിക്കും, നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ആ പെണ്ണ് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ലായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് അവർക്ക് എങ്ങനെയും മനസ്സിലായി കാണും. നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അവർ ചിലപ്പം തുടക്കത്തിലൊക്കെ നല്ലപോലെ മിണ്ടി കാണും, പിന്നെ എന്തായിരിക്കും, അതായത് ഇങ്ങനെ ആലോചിക്കുക, തുടക്കത്തിൽ നിങ്ങൾ പരിചയപ്പെട്ട് മിണ്ടുന്നുണ്ട്, റിപ്ലൈ തരുന്നുണ്ട്, അതുപോലെ കുഴപ്പമൊന്നുമില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇടയ്ക്ക് അവർ അവോയ്ഡ് ചെയ്യുമായിരിക്കും. പിന്നെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് പോയി കാണും. നിങ്ങൾ ചിലപ്പോൾ അടുത്തടുത്ത ലെവലോട്ട് പോയി കാണത്തില്ല, നിങ്ങൾ ഒരേ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കാണും എന്തോ ഒരു കാര്യം കൊണ്ട്. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ അവരുടെ എഫേർട്ട് മൊത്തം കുറയും, അവരുടെ എഫേർട്ട് മൊത്തം തീർന്ന് കാണും. കുറച്ച് നാളും അതായത് തുടക്കത്തിൽ നല്ലപോലെ മിണ്ടി കാണും, അവർ ഇനിഷ്യേറ്റ് ചെയ്ത് കാണും. കുറച്ച് നാൾ കഴിഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല, പിന്നെ അവരുടെ എഫേർട്ട് മൊത്തം കുറയും, പിന്നെ അവർ റിപ്ലൈ തരാതാവും, ലേറ്റായിട്ട് റിപ്ലൈ തരാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, തുടക്കത്തിലെടുത്ത അതേ എഫേർട്ടും അതിൽ കൂടുതൽ എഫേർട്ടും നിങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. മനസ്സിലായി? എന്ത് പറ്റുമെന്ന് വെച്ചാൽ പയ്യെ അവർക്ക്, ഞാൻ മുമ്പേ പറഞ്ഞില്ല, എഫേർട്ടിനെ കുറിച്ച് മുമ്പേ ഒരു വീഡിയോ ചെയ്താൽ പണ്ട്, അങ്ങനെ നിങ്ങൾ മാത്രം എഫേർട്ട് എടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് താഴെ തന്നെ ഇരിക്കും. അങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും, എന്താ മിണ്ടാത്ത, എന്താ വിളിക്കാത്ത, അങ്ങനെ നീഡിയായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങൾ തന്നെ പ്രപ്പോസ് ചെയ്യും. മനസ്സിലായി? ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള. അതായത് നീഡിയായിട്ട്, അതായത് അവൾ ഇൻട്രസ്റ്റേ ഇല്ലാതെ അകന്നു പോവാണ്, ഒരു 30% പോലും കാണിക്കുന്നില്ല. അവിടെ പോയി നമ്മൾ നമ്മുടെ 100% കാണിക്കും. ഓക്കെ, 100 ഉണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു 40 പോലും ഇല്ല, 30% ജസ്റ്റ് റിപ്ലൈ തരാനുള്ള ഇൻട്രസ്റ്റ് പോലും ഇല്ല. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ പോലും സമ്മതിക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരെ പിടിച്ച് നിർത്തിയിട്ട് തടഞ്ഞ് നിർത്തിയിട്ട് പ്രപ്പോസ് ചെയ്യും. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഒരാൾക്ക് ഇൻട്രസ്റ്റ് 100 ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ ആണുങ്ങളായാലും നമുക്കും ഒരു പെണ്ണിനോട് 100% ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പെണ്ണ് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരു പെണ്ണിന് നിങ്ങൾക്ക് കണ്ടാലേ ഇഷ്ടമല്ല, അതിനർത്ഥം നിങ്ങൾക്കൊരു 20% പോലും ഇല്ല, മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമില്ല, 20% പോലും ഇൻട്രസ്റ്റ് ഇല്ല. അവളൊന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്താലോ? ചാൻസേ ഇല്ല. മനസ്സിലായി? ഇനി അടുത്ത കാറ്റഗറി ഉണ്ട്. ഒരു ഗേൾ നല്ല ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. അതായത് അവരിങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ വഴക്കിടുന്നുണ്ടായിരിക്കും, സോൾവ് ആകുന്നുണ്ടായിരിക്കും, ജലസി കാണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അവളിങ്ങോട്ട് ജലസി കാണിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ വേറെ പെണ്ണിനോട് മിണ്ടുന്ന അവർക്ക് ഇഷ്ടമല്ലായിരിക്കും, നമ്മൾ അങ്ങോട്ട് കാണിക്കും. അതായത് ഇത് ഞാൻ മുമ്പ് പറഞ്ഞ അതേ കേസായിട്ട് നിങ്ങൾക്ക് തോന്നും. അതായത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ഗേളും അവൾ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അവളെ വിളിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് മിണ്ടുന്നുണ്ട്, അവിടെ പ്രപ്പോസ് ചെയ്യുന്നതും ഇത് രണ്ടും ഒന്നാണെന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, അതെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നല്ലപോലെ ഒന്ന് മിണ്ടി വരുന്നേ ഉള്ളൂ. മിണ്ടി വന്നപ്പോഴേക്കും ഓക്കെ, ഇത് എന്നോട് മിണ്ടുന്നുണ്ട്, അപ്പോൾ എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നത്, അല്ലെ എന്നോട് ഞാൻ കോൾ ചെയ്യുമ്പോൾ എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അപ്പോൾ എന്നോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മുമ്പേ. ഇതെന്ന് പറഞ്ഞാൽ ആ ഗേൾ നല്ലൊരു ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് കാണിക്കുന്നുണ്ട്, 5 ദിവസം കാണാതിരുന്ന ഇങ്ങോട്ട് വിളിക്കും, ജലസി കാണിക്കും, ഇങ്ങനെയൊക്കെ നല്ല ബിഹേവിയർ കാണിക്കുമായിരിക്കും. അപ്പോഴും നമ്മൾ പ്രപ്പോസ് ചെയ്യുമ്പം റിജക്റ്റ് ചെയ്യും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളോടൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും അവർക്ക്. മനസ്സിലായും? അതായത് നമ്മൾ ഇഷ്ടമുണ്ടെന്ന് വാ തുറന്ന് പറഞ്ഞിട്ടുമില്ല, അതുപോലെ ഇഷ്ടമില്ലെന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ഇഷ്ടമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ മനസ്സിലായും,
ചില സമയത്ത് ഇഷ്ടമില്ലെന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ ബിസി ഷെഡ്യൂളായതുകൊണ്ട് ചിലപ്പോൾ വിളിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഒരു 2-3 ദിവസം വിളിക്കാൻ പറ്റാതെ വരുമായിരിക്കും. അപ്പോൾ അവരിങ്ങോട്ട് വിളിക്കും. കാരണം ഇവൻ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി കാണും. മനസ്സിലായി? നമ്മൾ തുറന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ചിന്തിക്കുന്നത് ഇവൻ എന്നെ ഇഷ്ടമാണോ ഇഷ്ടമല്ല എന്നൊരു ക്യൂരിയോസിറ്റി വേണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗേളിനെ ഇഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവളെ സെഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല, അവൾ നമ്മളെ വേണം എന്നുള്ളൊരു ഫീലും കൂടെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് കൂടെ അത്. മനസ്സിലായി? അതായത് അവൾക്ക് നമ്മളെയും കൂടെ വേണം എന്നുള്ള ഫീല് ഉണ്ടാക്കുന്നൊരു പ്രോസസ്സ് കൂടെ അത്. അല്ല നമ്മൾ മാത്രം അവരെ സെഡ്യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുത്തുന്നൊരു പ്രോസസ്സല്ല. അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് അവർ നമ്മളെ ഇമ്പ്രസ് ചെയ്യാനൂടെ നോക്കണം. അതായത് അവർ നമ്മളെ കിട്ടാനും വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയിലൊക്കെ വരുന്ന പ്രോസസ്സാണ് അത്. മനസ്സിലായി? അപ്പോൾ നമ്മളോട് ഒരു ഇൻട്രസ്റ്റ് വരണം. അപ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി കാണും. നമ്മൾ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്ന് തുറന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു 5 ദിവസം വിളിക്കാതായി, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വഴക്കിട്ട്, അപ്പോഴെന്ത് അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ്. ഇവനൊരു ഇഷ്ടം കുറഞ്ഞോ, എന്ത് പറ്റി, ഇഷ്ടം കുറഞ്ഞോ, അതോ മുമ്പ് ഇന്നലെ എന്നെ വിളിച്ചായിരുന്നല്ലോ, ഇന്നെന്താ വിളിക്കായിരുന്നേ. അപ്പം അവർക്കൊരു കൺഫ്യൂഷൻ കാണും. എന്നെ ഇഷ്ടമാണോ ഇഷ്ടമല്ല എന്നൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് പ്രപ്പോസ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളെ ഇമ്പ്രസ് ചെയ്യണോ, അല്ലെങ്കിൽ കാരണം ഉത്തരം കിട്ടിക്കഴിഞ്ഞല്ലോ. മനസ്സിലായി? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ കോഴ്സിലും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കാര്യം. നാളെ പരീക്ഷയുടെ റിസൾട്ട് വരുവാണെങ്കിൽ അതിന് ജയിക്കുമോ തോക്കുമോ എന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല. അതായത് നാളെ പരീക്ഷയ്ക്ക് തോക്കുമെന്ന് ഉറപ്പായെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അത് വിട്ടിട്ട് വേറെ പണി നോക്കും. നാളെ ജയിക്കുമോ ഉറപ്പായാലും നമ്മളെന്ത് ചെയ്യും, അത് കളഞ്ഞിട്ട് വേറെ പണി നോക്കും. നേരെ മറിച്ച് നാളെ ജയിക്കുമോ തോക്കുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ മാർക്ക് കൂട്ടി നോക്കിയിട്ടും കറക്റ്റ് ആവുന്നില്ല. എത്ര തവണ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചില സമയത്ത് മാർക്ക് കൂടിയതുപോലെ തോന്നും, ചില സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞതുപോലെ തോന്നുമെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനായിരിക്കും. തോറ്റോ ജയിച്ചോ അറിയാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നാളെ റിസൾട്ട് വരുന്നത് വരെ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗേളിന് ആ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ എന്ത് പറ്റും, തന്നെ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആകും. കാരണം അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോടുള്ള അട്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ പ്രപ്പോസ് ചെയ്തപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഉത്തരം കിട്ടുമ്പോൾ എന്ത് പറ്റി, ആ ക്യൂരിയോസിറ്റി അവിടെ തീർന്നു ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മളെക്കുറിച്ച് പിന്നെ ആലോചിക്കത്തില്ല. കാരണം ഉത്തരം കിട്ടിക്കഴിഞ്ഞ് നമ്മളൊരു 10 ദിവസം വിളിക്കാതിരുന്നാലും പിന്നെ ഇങ്ങോട്ട് വിളിക്കത്തില്ല. കാരണം ഉത്തരം കിട്ടിക്കഴിഞ്ഞു. വേറൊരു ഫീൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവൻ തന്നെ എന്നെ പ്രപ്പോസ് ചെയ്ത, അപ്പം ഇനി ഇവൻ തന്നെ എല്ലാ എഫേർട്ടും എടുക്കട്ടെ എന്നൊരു ഫീലാവും. കാരണം റിലേഷൻഷിപ്പിൽ മെയിനായിട്ടൊരു സൈക്കോളജി ഉണ്ട്. എപ്പം ഒരു പെണ്ണിന് മനസ്സിലാവുന്നോ നമ്മൾ എഫേർട്ട് മൊത്തം എടുത്തോളും, നമ്മൾ ചേസ് ചെയ്തോളും, നമ്മൾ പിന്നാലെ നടന്നോളും, അങ്ങനെ ഒരു ഫീൽ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പോലും അറിയാതെ മൈൻഡ് ഗെയിം കളിക്കാൻ തുടങ്ങും, നമ്മളെ പിന്നാലെ നടത്താൻ തുടങ്ങും. അപ്പർ ഹാൻഡ് അവർക്ക് കിട്ടിയ പോലെ ഫീലാവും. മനസ്സിലായി? അവരുടെ കയ്യിൽ കൺട്രോൾ കിട്ടിയ പോലെ ഫീലാവും. വേറെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു റിലേഷൻഷിപ്പിൽ നമ്മുടെ അപ്പർ ഹാൻഡ് പോയാൽ പിന്നെ അത് തിരിച്ചു കിട്ടുന്നത് വലിയ പാടാണ്. അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിട്ട് കൊടുക്കാതിരിക്കാൻ നോക്കണം. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം, പറഞ്ഞാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമായിട്ട്, അതുപോലെ നമ്മൾ മൊത്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൈരുമില്ല. അപ്പോൾ അവരുടെ ഫീൽ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 10 ദിവസം വിളിക്കാതിരുന്നാലും അവർക്കതൊരു കാര്യമല്ല. ഓക്കെ, അതായത് അവർക്ക് എന്ത് ഫീല് കിട്ടണമെന്ന് വെച്ചാൽ നല്ലൊരു ഇൻട്രസ്റ്റ് വേണ്ടിക്കൊണ്ടിരിക്കുമ്പം ഇവൻ വേറെ പെണ്ണുങ്ങളോട് ഇവന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, വേറെ പെണ്ണുവിനോട് ഇവന് മിണ്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു ചെറിയൊരു ഇൻസെക്യൂരിറ്റി, അതുപോലെ ഇവൻ എന്നെ ഇഷ്ടമാണോ ഇഷ്ടമല്ല എന്നൊരു ക്യൂരിയോസിറ്റി വേണം. അത് നല്ല ഡെവലപ്പായിട്ട് വേണം അത് പറയാൻ. അപ്പോൾ നിങ്ങൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവനെ ഈസി ആയിട്ട് കിട്ടി, അതായത് ഇവനെ മൊത്തമായിട്ട് മുഴുവനായിട്ട് കിട്ടിക്കഴിഞ്ഞെന്നുള്ള ഫീൽ കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ഫീലാവുമെന്ന് വെച്ചാൽ ഇവനെ മൊത്തമായിട്ട് ഇട്ടില്ലേ, ഇനി ഏതവൾ വന്ന് കൊണ്ടുപോകാനാ, ഇനി ഏതവൾ വന്ന് അപ്രോച്ച് ചെയ്യാനാ, ഏതവൾ വന്ന് അപ്രോച്ച് ചെയ്താലും ഇവൻ എന്നോടല്ല ഇൻട്രസ്റ്റ് ഉള്ളത് എന്നൊരു ഫീൽ വന്നിട്ട് വേറെ ആൾ കൊണ്ടുപോകുന്നുള്ളൊരു ഫീൽ അവിടെ തന്നെ പോകും. മനസ്സിലായി? അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പകുതി വാല്യൂ അവിടെ തന്നെ പോകും. കാരണം ഇവനല്ലേ ആര് കൊണ്ടുപോകാൻ എന്നൊരു ഫീൽ ഇവനിവിടെ തന്നെ കാണും. ഇവനോട് എപ്പോൾ വേണമെങ്കിലും ചെന്ന് അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ചെന്ന് മിണ്ടിയാൽ മതി എന്നുള്ളൊരു ഫീൽ അവിടെ കിടക്കും. അതൊന്നും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ക്യൂരിയോസിറ്റി പോകുമ്പോഴേ മൊത്തം ഫ്യൂവൽ കട്ടാവുന്ന പോലെ. മനസ്സിലായോ? ഒരു വണ്ടിക്ക് ഫ്യൂവൽ കട്ടാവുന്ന പോലെ. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് പ്രപ്പോസ് റിജക്ഷൻ തന്നെ പല ടൈപ്പുണ്ട്, അതിനെക്കുറിച്ച് ഇത്ര നേരം പറഞ്ഞത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെയാണ് ഫ്രണ്ട് സോണിൽ നിന്ന് തന്നെ പ്രപ്പോസ് ചെയ്യുന്നത്, ഫ്രണ്ടായിട്ട് മിണ്ടിക്കൊണ്ടിരുന്നിട്ട് കുറേ നാൾ ഫ്രണ്ടായിട്ട് മിണ്ടുമായിരിക്കും, അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നത്, അതൊന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബീനിങ്ങിൽ തന്നെ, അതായത് ബീനിങ്ങിൽ നോട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും,
ബിഗിനിങ്ങിൽ തന്നെ അവർക്കൊരു ഇൻട്രസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ പ്രപ്പോസ് ചെയ്യുന്നത്, അത് വേറെ കാറ്റഗറി. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷേ ആ ഇൻട്രസ്റ്റ് കണ്ടിട്ട് നമ്മൾ പ്രേമിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് 100 ആണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ കയറി പ്രപ്പോസ് ചെയ്യായിരിക്കും. അങ്ങനത്തെ ഇത്. നാലാമത്തേന്ന് പറഞ്ഞാൽ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അതായത് ഓൾറെഡി ചേസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അവൾ അകന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും, അവിടെ കയറി പ്രപ്പോസ് ചെയ്യുന്നത്. അഞ്ചാമത്തേത് കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, അവിടെ കയറി പ്രപ്പോസ് ചെയ്യുന്നത്. ഈ 5 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. മൈനോറിറ്റി ഒരുപാട് എണ്ണമുണ്ട് വേറെ, അതായത് ചെറിയ ചെറിയ, അതായത് 80% ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും ടൈപ്പായിട്ടാണ് തിരിക്കുന്നത്. 5 ടൈപ്പായിട്ട് തിരിക്കാൻ പറ്റും. വേറെയും ടൈപ്പുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പെണ്ണ് കാഷ്വൽ സെക്സ് മൈൻഡ് സെറ്റുള്ള പെണ്ണായിരിക്കും, അതായത് അവളുടെ ഉദ്ദേശം തന്നെ 10 പയ്യന്മാരെ പ്രേമിക്കണം എന്നുള്ളൊരു ഐഡിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റ് കാണിക്കും, ഇൻറ്റിമസി കാണിക്കുമായിരിക്കും, ചിലപ്പോൾ കയ്യിലൊക്കെ പിടിക്കാൻ സമ്മതിക്കും, ചിലപ്പം കെട്ടിപ്പിടിക്കാൻ വരെ സമ്മതിക്കും. എന്നിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ റിജക്റ്റ് ചെയ്തിട്ട് പോകും, കാരണം അവൾ കാഷ്വൽ സെക്സ് അവളുടെ ഉദ്ദേശം. അപ്പോൾ എന്ത് ചെയ്യും, അവൾ ഒരു പയ്യനായിട്ട് റിലേഷൻഷിപ്പ് ആവാനൊക്കെ താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ റിലേഷൻഷിപ്പിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ എന്ത് പറ്റും, അവൾ അകന്നു. മനസ്സിലായി? അവൾ ഇത്ര നേരം ചിന്തിച്ചത് ഇവനും ഇതിനൊക്കെ സമ്മതിക്കും, ഓക്കെ ഇങ്ങനെയൊക്കെ കുറേ നാൾ കാഷ്വലായിട്ടൊക്കെ പോകാമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പ്രപ്പോസ് ചെയ്തപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ തലയിലാവുമെന്ന് പേടിച്ചിട്ട് റിജക്റ്റ് ചെയ്തിട്ട് പോകും. നേരെ മറിച്ച് നിങ്ങളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ കുറേ നാൾ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ജെന്യുവനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പ്രപ്പോസ് ചെയ്തതാണ്. അവർക്കതില്ലാത്തതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്തിട്ട് പോയി കാണും, പക്ഷേ പറയത്തില്ല, അവർ അവോയ്ഡ് ചെയ്ത് പോകത്തേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത്, നിങ്ങളെ ശരിക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ അക്സെപ്റ്റ് ചെയ്തില്ലായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പാസ്റ്റിൽ ഏതെങ്കിലും ട്രോമ കാണും, അതുപോലെ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് പോലെ, അതായത് ഇൻട്രോവേർട്ട്, ഷൈ ടൈപ്പ്, അതുപോലെ അവർക്ക് തോന്നുവാണ് ഈ ലവ് ഒന്നും എനിക്ക് ശരിയാവത്തില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ, ഇല്ല അവനെനിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ എനിക്ക് പ്രേമിക്കാനൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്കങ്ങനെ റൊമാൻറ്റിക്കായിട്ടൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ഇഷ്ടമുണ്ടെങ്കിൽ ആകുന്നു മാറിക്കും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ചുമ്മാ പറയുക, ഇപ്പോൾ കന്യാസ്ത്രീയായിട്ട് വളർന്നിട്ട് കന്യാസ്ത്രീ ആവാനിരിക്കുമെന്ന് വെച്ചോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പയ്യൻ വന്ന് പ്രപ്പോസ് ചെയ്താൽ അവൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആകുന്നു എന്നല്ല കാണിക്കും. വേറെ ഇതെന്ന് പറഞ്ഞാൽ വീട്ടിൽ സമ്മതിക്കത്തേയില്ല. വീട്ടിൽ അത് അവൾക്ക് നല്ലപോലെ അറിയായിരിക്കും, വീട്ടിൽ ഉറപ്പായിട്ട് സമ്മതിക്കത്തില്ല, അവൻ മുസ്ലിമാണ് അല്ലെങ്കിൽ ഹിന്ദു ആണ്, എൻ്റെ ഇത് വേറെയാണ്, മതം വേറെയാണ്, വീട്ടിൽ സമ്മതിക്കത്തില്ല. അതുപോലെ വീട്ടിൽ അവൾക്ക് 100% ഉറപ്പുണ്ടായിരിക്കും, ഇപ്പം വീട്ടുകാരെ അറിഞ്ഞാൽ ഇവനെ കൊല്ലും, അതുപോലെ വരെ ഉണ്ട്. മനസ്സിലായോ? വീട്ടുകാരെ അറിഞ്ഞാൽ ഇവന് ഉറപ്പായിട്ടും ഇവന് ഡേഞ്ചറാണ്, ഇവന് ആപത്താണ്, അതായത് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് കല്യാണം കഴിക്കാനും പറ്റത്തില്ല, വീട്ടുകാരെ വിട്ട് ഞാൻ ഇറങ്ങി വരത്തുമില്ല, പക്ഷേ വീട്ടുകാരെ സമ്മതിക്കത്തുമില്ല, ഉറപ്പായിട്ട് സമ്മതിക്കത്തില്ല. ഇതുപോലെ കുറേ കാറ്റഗറി ഉണ്ട്. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹോപ്പ് കൊടുക്കണ്ട, ഇങ്ങനത്തെ ഒരു ഐഡിയയിൽ റിജക്റ്റ് ചെയ്യും. അതൊക്കെ വളരെ കുറവാണ്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ 5 ഇതായിട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രപ്പോസ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് നോക്കാം. മെയിനായിട്ട് ഫുള്ള് കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല, കാരണം കോമൺ ആയിട്ടുള്ളതേ പറയാൻ പറ്റത്തുള്ളൂ, കാരണം ഓരോരുത്തരുടെ സിറ്റുവേഷൻ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, ഇതിലെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് സിറ്റുവേഷൻ എന്താണ്, കാര്യങ്ങളുടെ കിടപ്പ് എന്താണ്, അതിൻ്റെ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം, ഇനി എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യത്തെ 2 ടൈപ്പിനെ കുറിച്ച് പറയാം. ഞാൻ ആദ്യം പറഞ്ഞല്ലേ 2 ടൈപ്പ്. ഒന്ന് ഫ്രണ്ട് സോണിൽ ഇരുന്നിട്ട് പ്രപ്പോസ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത്, രണ്ടാമത്തത് ബിഗിനിങ്ങിൽ, അതായത് ബിഗിനിങ്ങിൽ അവർ ചെറിയൊരു ഇൻട്രസ്റ്റ് പോലും ഇല്ല, നിങ്ങൾ ജസ്റ്റ് മിണ്ടിയൊക്കെ തുടങ്ങിയതുള്ളായിരിക്കും, അവിടെ ചെന്ന് നിങ്ങൾ പ്രപ്പോസ് ചെയ്ത്. ഓക്കെ, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ പറഞ്ഞ 5 കാര്യത്തിലും കോമൺ ആയിട്ടുള്ളത് 100 ഇല്ല, ഓക്കെ 100% ഇല്ല, അത് കോമൺ ആയിട്ടുള്ളത്. അപ്പോഴിപ്പോൾ ഫ്രണ്ട് സോണിൽ പ്രപ്പോസ് റിജക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ റിജക്റ്റ് ചെയ്ത്, ഇതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ലോയർ വാല്യൂ ആയിട്ട് കാണുന്നതെന്ന് അർത്ഥം. അതായത് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ലുക്കൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കാശില്ലെന്നോ അങ്ങനെയൊന്നും അല്ല, ചില ഉള്ളവരുണ്ടായിരിക്കും, ഉള്ളവരെ റിജക്റ്റ് ചെയ്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ നല്ല ലുക്കുള്ള ഒരു പയ്യനെ എടുത്തോ, നല്ല ലുക്കുണ്ട്, അതുപോലെ പൈസയൊക്കെ ഉള്ളൊരു പയ്യനെന്ന് വെച്ചോ, ഇപ്പം മിഡിൽ ക്ലാസ് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആണുങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, പൈസ ഒന്നും എല്ലാ പെണ്ണുങ്ങളും പുറകെ വരും, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള കേസുകളാണെങ്കിലും അല്ലാതെ എനിക്ക് അറിയുന്നുള്ള ആളുകളാണെങ്കിലും നല്ല ക്യാഷുള്ള പയ്യന്മാർ തന്നെ പെണ്ണുങ്ങൾ മൈൻഡ് ചെയ്യാത്ത പയ്യന്മാർ ഒത്തിരി ഉണ്ട്. ഓക്കെ, അതായത് ഫ്രണ്ടായിട്ട് മാത്രം മിണ്ടാൻ പറ്റുന്ന, അതായത് നല്ല പൈസയൊക്കെ ഉണ്ടായിരിക്കും അവന്മാർക്ക്, എന്നാലും മിണ്ടുന്ന പെണ്ണ് ഫ്രണ്ടായിട്ട് തന്നെ മിണ്ടിക്കൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ ഒരുപാട് കേസുണ്ട്. ഓക്കെ, അതുകൊണ്ട് പൈസ വെച്ചൊരു പെണ്ണിനെ ബീനിങ് അട്രാക്റ്റ് ചെയ്യാനേ പറ്റും, അല്ലാതെ അത് വെച്ച് അവളെ പ്രേമിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അഥവാ ഞാൻ പറഞ്ഞല്ലോ, ബീനിങ്ങിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള വാല്യൂ കണ്ട് അട്രാക്റ്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് സോണിൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് വരാത്ത എന്താണെന്ന് വെച്ചാൽ 2 കാര്യം വേണം. ഓക്കെ, അതായത് നിങ്ങൾ ഒരു നോർമൽ വാല്യൂ, അവരുടെ അത്രയെങ്കിലും ഈക്വൽ വാല്യൂ അല്ലെങ്കിൽ അവരെക്കാൾ ഹൈ വാല്യൂ ആയിരിക്കണം. ഇത് മെയിനായിട്ടുള്ള പോയിൻറ്റ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ
ഒരു പെണ്ണിനോട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കണം, മനസ്സിലായി, എന്നാലേ അത് ഡെവലപ്പ് ആകത്തുള്ളൂ. ഓൾറെഡി ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിക്കാത്തൊരു ഗേളാണെങ്കിൽ നമ്മളോട് മിണ്ടുന്നുണ്ട്, ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ മിണ്ടുന്നുണ്ട്, മിണ്ടാനുള്ള നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് ചെറുതായിട്ട് ഷോ ചെയ്യണം. അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് മുമ്പ് വീഡിയോ ചെയ്ത പഴയ ചാനലിൽ വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ ചെയ്യാം. ഇൻട്രസ്റ്റ് കാണിക്കുന്നതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിലായിട്ട് വീഡിയോ ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് അടുത്ത ലെവലോട്ട് പുഷ് ചെയ്യേണ്ടത് നമ്മുടെ കാര്യം, മനസ്സിലായി. അതല്ല നമ്മൾ ഫ്രണ്ട് സോണിൽ തന്നെ ഒരുപാട് നാൾ ഫ്രണ്ടായിട്ട് മാത്രം മിണ്ടിക്കൊണ്ടിരുന്ന എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫ്രണ്ട് വൈബ് എന്നൊരു ഫീലേ അവർക്ക് കാണത്തുള്ളൂ. ഇതിനെക്കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പം വേറൊരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ ഒരു നൈസ് ഗേ ആയിരിക്കും, ഓക്കെ, അങ്ങനെയും വരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇൻട്രസ്റ്റേ വരത്തില്ലായിരിക്കും. അവർ ഫ്രണ്ട് സോണിൽ തന്നെ, അതായത് ഒരു ഗേളിന് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ ആണ് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളിനോടായിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പം ഒരു പെണ്ണ് ചിലപ്പം ഒരു പയ്യൻ ചിലപ്പം അവളെ ഫ്രണ്ടാക്കിയാൽ പോലും ആ പയ്യൻ നല്ല ഡോമിനൻ്റ് ആണ്, നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ അവൾക്ക് എന്ത് ഫീലാവെന്ന് വെച്ചാൽ അവനെ വേണമെന്ന് തോന്നും. അവൾ തന്നെ ഫ്രണ്ട് സോണിൽ നിന്നുകൊണ്ട് അവനെ പ്രേമിക്കാൻ നോക്കും, മനസ്സിലായി. പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രണ്ട് സോണിൽ, അതായത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം, ഇപ്പോൾ ഫ്രണ്ടിൻ്റെ കൂട്ടത്തിലുള്ളതാണെന്ന് വെച്ചോ, അതായത് ഇപ്പോൾ ഒരു പുതിയൊരു കോളേജിൽ പോകുന്നു, അവിടെ വെച്ച് ആണുങ്ങളും പെണ്ണുങ്ങളുള്ള ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചോ, എങ്കിൽ പോലും അതിൽ ആ പയ്യൻ നല്ല ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പയ്യെ ആ പെണ്ണിന് ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങും. ഓക്കെ, ഇതേ കാര്യം തന്നെയല്ലേ നമുക്ക് നടക്കുന്നത്. നമ്മളിപ്പോൾ ഫ്രണ്ട് സർക്കിളിലായിരിക്കും, എന്നാൽ പോലും അതിലൊരു പെണ്ണിനോട് നമ്മൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പയ്യെ ഒരു ഇൻട്രസ്റ്റ് വരും, പിന്നെ അത് നമുക്ക് ഇഷ്ടമായിട്ട് പോകും, മനസ്സിലാവും. അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഫ്രണ്ടായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും തന്നെ പിന്നീട് കപ്പിൾസാവും, കമ്മിറ്റഡ് ആവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ അട്രാക്ഷൻ ഒരു ചെറിയൊരു പോയിൻ്റ് തുടങ്ങിയിട്ട് അതിങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളും നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു പെണ്ണ്, ഓക്കെ, അവൾ ചിലപ്പോൾ ഒരു ദിവസം കുറച്ച് ഹോട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു, അല്ലെങ്കിൽ അവൾ നാച്ചുറൽ ബ്യൂട്ടിയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഫ്രണ്ടായിട്ടാണ് അവളോട് മിണ്ടിയത്, പക്ഷേ എപ്പോഴും അവളോട് പെട്ടെന്നൊരു ഇത് തോന്നി. അവളൊരു ഹോട്ട് ഡ്രസ്സ് നിന്നപ്പോഴോ അല്ലെങ്കിൽ സാരി എടുത്തപ്പോൾ വയറ് കണ്ടപ്പോഴോ എന്തെങ്കിലും വെച്ചോ, ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവളുടെ എക്സ്പ്രഷൻ എന്തെങ്കിലും കണ്ടപ്പോഴോ എന്തോ ഒരു കാര്യത്തിൽ അപ്പോഴും ചെറിയൊരു, ഇപ്പം ജസ്റ്റ് എക്സാമ്പിളിന് ചുമ്മാ ഇപ്പം ഞാനിപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഒരു പെണ്ണുണ്ടെന്ന് വിചാരിച്ചു, ഞങ്ങൾ രണ്ടുപേരും കൂടെ പാർക്കിലിരിക്കുകയാണ്, ചുമ്മാ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, അവൾ ലോലിപ്പോപ്പ് തിന്നുന്നുണ്ട്, അപ്പോൾ എനിക്ക് വേറെ എന്തോ ഫീൽ വന്നെന്ന് വെച്ചു, ഓക്കെ, ആ ഫീൽ വന്നിട്ട് എന്ത് ചെയ്യും, അപ്പം തന്നെ അതങ്ങ് പോവും. അപ്പോഴും അതൊരു ചെറിയൊരു പോയിൻ്റായിട്ട് ഉള്ളിൽ കിടക്കും ആ ഒരു അട്രാക്ഷൻ, ഓക്കെ. പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ അട്രാക്ഷൻ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും, ഒരു സീഡ് പോലെ, ഓക്കെ. അപ്പോൾ എന്ത് പറ്റും, ഒരു ചെടി വളരുന്ന പോലെ ഇതിങ്ങനെ പയ്യെ വളർന്നുകൊണ്ടിരിക്കും, മനസ്സിലായി. അതാണ് ഫ്രണ്ട് സോണിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കാത്തതാണോ മിസ്റ്റേക്ക്, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കാത്തതാണോ, അതോ നിങ്ങൾ നൈസ് ആയിട്ട് നിൽക്കുന്നതാണോ, അത് മാറ്റിയിട്ട് എപ്പോഴും നിങ്ങൾ അട്രാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്ത് തുടങ്ങുന്നു, അപ്പോൾ മുതൽ അവർ നിങ്ങളെ പയ്യെ ഫ്രണ്ട് സോണിൽ നിന്ന് എടുക്കാൻ തുടങ്ങും. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങുന്നു, അപ്പോൾ തന്നെ പയ്യെ ഫ്രണ്ട് സോണിൽ നിന്ന് എടുക്കാൻ തുടങ്ങും, ഓക്കെ. അതായത് നമുക്ക്, ഞാൻ പറഞ്ഞില്ല മുമ്പേ, ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരു പെണ്ണ് ഫ്രണ്ടായിട്ടിരുന്നാൽ പോലും അവളോട് ചെറിയൊരു കാര്യത്തിൽ എനിക്ക് അട്രാക്ഷൻ തോന്നി, അത് പയ്യെ കൂടി വരുന്ന പോലെ തന്നെ പെണ്ണുങ്ങൾക്കും നടക്കും, ഓക്കെ. അതായത് ഒരു പെണ്ണ് തുടക്കത്തിൽ ഒരു പയ്യനെ ഫ്രണ്ടായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും, എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫ്രണ്ടായിട്ടായിരിക്കും അവനോട് മിണ്ടുന്നത്, പക്ഷേ അവനിപ്പോൾ ഡോമിനൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ കോളേജിൽ ലീഡർഷിപ്പായിട്ട് ഒരു കാര്യം ചെയ്യുന്നു, ഒരു വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ എന്താ പറയുകയെന്ന് വെച്ചാൽ അവൻ മാൻലി ആയിട്ട് ഒരു സിറ്റുവേഷനെ നല്ലപോലെ ഫേസ് ചെയ്യുന്നു. അതുപോലെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതുപോലെ ബിഹേവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവൻ ബോൾഡായിട്ട് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു, ഇതുപോലെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ നല്ല കോൺഫിഡൻസ് സ്ട്രോങ് ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് പറ്റും, അവൻ ഫ്രണ്ടാണെങ്കിൽ പോലും അവനോട് ചെറിയൊരു ഇൻട്രസ്റ്റ്, ഒരു ചെറിയൊരു സീഡായിട്ട് ഉള്ളിൽ വീഴും, ചെറിയൊരു അട്രാക്ഷൻ. അതെന്നിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരിക്കും, പിന്നെ കുറച്ച് നാൾ പിന്നെ ഫ്രണ്ടായിട്ട് തന്നെ മിണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ അവൾ പോലും അറിയാതെ പയ്യെ അവളുടെ കൺട്രോൾ വിട്ടിട്ട്, അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പയ്യെ അവൻ വീണ്ടും ഡോമിനൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, വീണ്ടും അവളോട് ഡോമിനൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. എന്ത് പറ്റും, അവൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവളോട് അങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവളുടെ കൺട്രോളും താണ്ടി ഒരു അട്രാക്ഷൻ വരും, മനസ്സിലായി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അട്രാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്ത് തുടങ്ങുന്നു, അപ്പോൾ എന്ത് പറ്റും, നിങ്ങൾ നൈസ് ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിട്ട് എപ്പോഴും കറക്റ്റായിട്ട് ബിഹേവ് ചെയ്ത് തുടങ്ങുന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരും പയ്യെ അട്രാക്ഷൻ ചെറുതായിട്ട് വന്ന് ഫ്രണ്ട് സോണിൽ നിന്ന് പയ്യെ എടുക്കാൻ തുടങ്ങും. ഫസ്റ്റ് നിങ്ങളൊരു നോർമലായിട്ട് കാണും, ആദ്യം നിങ്ങളെ ലോയർ വാല്യൂട്ടാണ് കണ്ടത്, അതുകൊണ്ട് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല. അതിന് പയ്യെ എന്ത് പറ്റും, നോർമലായിട്ട് കാണാൻ തുടങ്ങും, പിന്നെ വാല്യൂ ഉള്ള ഒരാളായിട്ട് കാണാൻ തുടങ്ങും.
ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്ന് പ്രപ്പോസ് ചെയ്തതെല്ലാം വിട്ടിട്ട് നിങ്ങളിപ്പം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെ സാധാരണ പോലെ ബിഹേവ് ചെയ്യണം, മനസ്സിലായോ? അതുപോലെ ഫ്രണ്ട് സോണിൽ നിങ്ങൾ പെട്ട് നിൽക്കുകയാണെങ്കിൽ ഫ്രണ്ട് സോണിൽ നിന്ന് കയറി വരുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലൊരു ഡിസ്റ്റൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഫ്രണ്ട് സോണാണ്, ഒരുപാട് നാൾ നിങ്ങൾ ഫ്രണ്ടായിട്ടിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ട് വൈബ് ഉള്ളിൽ തന്നെ കിടപ്പുണ്ടായിരിക്കും. ഓക്കെ, അപ്പോഴേ ഫ്രണ്ട് വൈബ് ഒന്ന് വിട്ടിട്ട് നോർമലായിട്ട് വരണമെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡിസ്റ്റൻസ് എടുത്തിട്ട് പിന്നെ തുടങ്ങും. ഒരു 1 മന്ത് 2 മന്ത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വേറൊരാളായിട്ട് വന്ന് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇപ്പം തുടക്കത്തിൽ തന്നെ ഇപ്പം ഇന്നലെ വരെ നമ്മൾ ഫ്രണ്ടായിട്ട് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ പ്ലേറ്റ് മാറ്റി അവരെന്ത് ഫീലാണെന്ന് വെച്ചാൽ ഇവൻ എന്തോ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന എന്നൊരു ഫീലായിരിക്കും. ഇവനെന്തോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന എന്നൊരു ഫീൽ വരും. നേരെ മറിച്ച് ഒരു 1 മന്ത് 2 മന്ത് 3 മന്തൊക്കെ ആണെങ്കിൽ മനുഷ്യർ 3 മാസം കൊണ്ടൊക്കെ മാറും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം ഒന്ന് റീഫ്രഷ് ആവും, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, മനസ്സിലായി? അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. കാരണം ഒരു 3 മന്തൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് നോ കോൺടാക്റ്റ് എടുത്തിട്ട് പിന്നെ ഒന്നും മിണ്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലൊക്കെ ആണെന്ന് വെച്ചോ നല്ലപോലെ നമ്മുടെ അവൈലബിലിറ്റി കുറച്ചിട്ട് ഫ്രണ്ട് വൈബിൽ പോയി അങ്ങോട്ടും മിണ്ടുന്നതൊക്കെ നിർത്തിയിട്ട് നമ്മളൊരു നോർമലായിട്ട് മിണ്ടുന്നത്, അങ്ങനെ ആ കണക്ഷൻ നിർത്തിക്കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ, മനസ്സിലായോ? ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിൽ വെക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ പ്രോസസ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട് വൈബിൽ കുറേ നാൾ മിണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് പിന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി മുമ്പ് പറഞ്ഞ നിങ്ങൾ തുടക്കത്തിൽ കയറി പ്രപ്പോസ് ചെയ്ത് അവരായാലും ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലായല്ലോ, നിങ്ങൾ പ്രപ്പോസ് റിജക്റ്റ് ചെയ്തെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ലോയർ വാല്യൂട്ട് കാണുന്നതെന്ന് അർത്ഥം. ഓക്കെ, അപ്പം തുടക്കത്തിൽ പോയൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്താൽ അവൾ അക്സെപ്റ്റ് ചെയ്യും. എപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ പ്രപ്പോസ് ചെയ്യുന്ന പയ്യൻ നല്ല ഹൈ വാല്യൂ പയ്യനാണെങ്കിൽ ഉറപ്പായിട്ട് അവൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം അവളുടെ ആറ്റിറ്റ്യൂഡ് അപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹയർ വാല്യൂ പയ്യൻ എന്നെ സെലക്ട് ചെയ്തു എന്നുള്ളൊരു ഐഡിയയിൽ അവൾക്ക് കിട്ടിയതാണ്, അവളുടെ ഭാഗ്യമാണ്, അവളുടെ വെർത്താണെന്ന് പറഞ്ഞിട്ട് അവളെന്ത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോഴും തുടക്കത്തിൽ നമ്മളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ റിജക്റ്റ് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം നമ്മളെ ലോയർ വാല്യൂട്ട് കാണുന്നതെന്ന് അർത്ഥം. അപ്പോൾ 2 കാര്യം ചെയ്യാം. ഒന്നുകിൽ സ്പേസ് എടുത്തിട്ട് ഒരു ലോങ് പ്രോസസ്സിലോട്ട് പോയിട്ട് വാല്യൂ കൂട്ടിയിട്ട് പിന്നെ ഒന്ന് അപ്രോച്ച് ചെയ്യുക. അപ്പോഴവരുടെ ഫീല് അപ്പോഴവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, ഞാനിപ്പം ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് അവൾ എന്നെ റിജക്റ്റ് ചെയ്തതെന്ന് വെച്ചോ. റിജക്റ്റ് ചെയ്യുമ്പോൾ അവളുടെ ഉള്ളിലുള്ള ഫീല് ഒരു ലോയർ വാല്യൂ പയ്യൻ, ഇവനെയൊക്കെ എന്തിനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഇവനേക്കാളും അടിപൊളി പയ്യനെ എനിക്ക് കിട്ടും എന്നുള്ള ഫീലിൽ റിജക്റ്റ് ചെയ്തു. ഓക്കെ, ഇതേ പെണ്ണിനെ തന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാനിപ്പം എന്തോ ഒരു കാര്യത്തിൽ ഞാൻ ഇമ്പ്രൂവ് ആയി, ലുക്ക് കൂടി, അല്ലെങ്കിൽ ക്യാഷ് കൂടി, എന്തോ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ച് ബെറ്ററായി, എൻ്റെ വാല്യൂ കൂട്ടിയിട്ട് ഞാൻ വീണ്ടും അവളെ പോയി അപ്രോച്ച് ചെയ്താൽ അപ്പോഴവൾ ഉള്ളിൽ ചിന്തിക്കുന്നത് കണ്ടോ അന്ന് എന്നെ പ്രപ്പോസ് ചെയ്ത പയ്യനാണ് ഇവൻ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിന്തിക്കും, മനസ്സിലായി? നേരെ മറിച്ച് അന്നും ഞാൻ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ കാശിന് കൊള്ളാത്തവനായിട്ട് ചെന്ന് മുന്നിൽ നിന്നാൽ അപ്പോഴവർ ചിന്തിക്കുന്നത് അന്ന് പ്രപ്പോസ് ചെയ്ത താഴെയല്ലേ ഇത്, ഇവൻ എന്തിനാ പിന്നെ ഇപ്പോഴും വന്നത്, ഇവൻ എവിടെ പോയി, ഇപ്പോൾ ഇവൻ എവിടുന്ന് പൊട്ടി മുളച്ച് എന്നുള്ളൊരു ഐഡിയയിലായിരിക്കും ചിന്തിക്കുന്നത്, മനസ്സിലായി? നേരെ മറിച്ച് നമ്മുടെ വാല്യൂ അവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് അവർക്കതൊരു ഇതായിരിക്കും, സന്തോഷമായിരിക്കും. അന്ന് എന്നെ പ്രപ്പോസ് ചെയ്ത ഇവൻ ഇപ്പോഴും എന്നോട് ഇഷ്ടം കാണും എന്നൊരു ഫീലിലായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ ചിന്തിക്കും അത് പെണ്ണുങ്ങളുടെ കുറ്റമല്ല, ഇങ്ങനെയൊക്കെയാണോ പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കും. അങ്ങനല്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു അനിയനെ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, ഇവനാണെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് 7ാം ക്ലാസ് അല്ല, ഇവൻ 8ലോ 9ലോ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണൊന്ന് പ്രപ്പോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ചെറിയ കൊച്ചാന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കി വിട്ട്. ഓക്കെ, അപ്പോഴവൻ്റെ ഫീൽ എന്താണ്, ചെറിയ കൊച്ച് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിട്ട്. അന്ന് അവൾക്ക് അത്ര ഭംഗിയില്ലായിരുന്നു, ഒഴിവാക്കി വിട്ട്. ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പോൾ അവൾ ഏതാണ്ട് 9 അങ്ങനെ കണ്ടായി. +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് 9ാം ക്ലാസ് അങ്ങോട്ടായപ്പം തനി സ്ട്രക്ചർ അടിപൊളി പീസ്. അപ്പോഴെന്താണെന്ന് വെച്ചാൽ ഇവൻ എന്ത് ഫീലാന്ന് വെച്ചാൽ, അയ്യോ ഇവളെ വിട്ട് കളയണ്ടായിരുന്നു, ഇവളെയാണോ ഞാൻ മിസ് ചെയ്തത്, ധൃതി വെച്ച് റിജക്റ്റ് ചെയ്തല്ല എന്ന് പറഞ്ഞ് അവന് ഒരു ഗിൽറ്റി ഫീലുണ്ട്. അതുപോലെ തന്നെ അവനെ നോക്കുമ്പോൾ അവൻ്റെ ഫീലെന്ന് പറഞ്ഞാൽ എന്നെ അന്ന് പ്രപ്പോസ് ചെയ്ത പെണ്ണല്ലേ ഇത്, ഇപ്പോഴും ഒക്കെ ഇൻട്രസ്റ്റ് കാണുമോ എന്നൊരു ഫീലിൽ അവനൊന്ന് ചെന്ന് മിണ്ടി നോക്കിയാലോ എന്നൊരു ഫീലിൽ അവൻ നിൽക്കുന്നത്, മനസ്സിലായി? ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇങ്ങനെ തന്നെ. അപ്പോൾ വാല്യൂ ഉണ്ടെങ്കിൽ, ആണായാലും പെണ്ണായാലും വാല്യൂ ഉണ്ടെങ്കിൽ അവരുടെ അറ്റൻഷനും എല്ലാം നമ്മൾ വില കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ പെണ്ണുങ്ങളും നമ്മൾ അങ്ങോട്ട് നോക്കുന്നെങ്കിൽ, നമ്മളിപ്പോൾ ലോയർ വാല്യൂ ആണ് എന്ന് വിചാരിച്ചു ഒരു പിച്ചക്കാരനെ നോക്കുന്നെങ്കിൽ എന്ത് ചിന്തിക്കും, ഈ മൈരൻ എന്തിനാണ് എന്നെ നോക്കുന്നതെന്ന് ചിന്തിക്കും. നേരെ മറിച്ച് ഷാരൂഖ് ഖാൻ നോക്കിയാൽ ഉള്ളിൽ ചിന്തിക്കുന്നത് ഒരു വാല്യൂ ഉള്ള ആൾ എന്നെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാവും, മനസ്സിലായി? അപ്പോൾ തുടക്കത്തിൽ റിജക്റ്റ് ചെയ്യുന്നെങ്കിൽ 2 കാര്യം ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കുറേ നാളൊരു ആബ്സെൻ്റ് എടുത്തിട്ട് വാല്യൂ കൂട്ടിയിട്ട് വീണ്ടും ചെന്ന് അപ്രോച്ച് ചെയ്യുക.
അല്ലെങ്കിൽ കുറേ നാൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പോകാതെ നമ്മൾ നമ്മുടെ പണി നോക്കി നടന്നിട്ട് വാല്യൂ കൂട്ടിയിട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യും. മനസ്സിലായി? കംപ്ലീറ്റ് നോ കോണ്ടാക്റ്റ് എടുക്കാൻ പറ്റിയ ബെറ്റർ. ഓക്കെ, അത് പറ്റത്തില്ലെങ്കിൽ അങ്ങോട്ട് മിണ്ടാനോ അത് ഫ്രണ്ടായിട്ടൊന്നും മിണ്ടാകുന്ന ഒരു ഐഡിയയിൽ പോകാതെ ഫ്രണ്ടായിട്ട് മിണ്ടാന്ന് ഒരിക്കലും ചിന്തിക്കില്ല. അതായത് ഫ്രണ്ടായിട്ട് 24 മണിക്കൂറും കൂടെ എന്നിട്ട് ഡെവലപ്പായിട്ട് എന്നെ ഇഷ്ടപ്പെടുമെന്ന് ചിന്തിക്കൽ. ഒരു പരിചയക്കാരനെന്ന പോലെ ഇടയ്ക്കൊക്കെ പോയി സംസാരിക്കുക എന്നുള്ള ഒരു ഐഡിയയിൽ. ഇപ്പം അതൊന്നാമത്തത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതേ കാര്യം വേറൊരു കാര്യം ചെയ്യാം. അത് അപ്പോഴെനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നൊരു ഐഡിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വിട്ടിട്ട് ഒരു പരിചയക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കാതെ പിന്നെ എന്ത് ചെയ്യണം, ചെന്ന് അപ്രോച്ച് ചെയ്യണം. അങ്ങനെ ഒരു ഐഡിയയിൽ നിൽക്കുക. മനസ്സിലായി? അപ്രോച്ച് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്താൽ അവർക്ക് ഇൻട്രസ്റ്റ് വരും എന്നുള്ളൊരു ഐഡിയയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായി? അപ്രോച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്രോച്ച് ചെയ്ത് ചെറിയൊരു കമ്പനിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യെ ലെവലപ്പ് ചെയ്യാൻ നോക്കണം. നിങ്ങൾ ഞാൻ അന്ന് നിന്നെ പ്രേമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ചുമ്മാ അപ്പോഴത്തെ ഒരു മൂഡിന് പറഞ്ഞതാ, അല്ലെങ്കിൽ അന്ന് എനിക്ക് അങ്ങനെ തോന്നിയുകൊണ്ട് പറഞ്ഞതാ, ഇപ്പം അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, കുറച്ച് നാളൊന്നും മിണ്ടാതെ എന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ നടക്കണം എന്നല്ല. കുറച്ച് നാൾ നമ്മൾ നമ്മുടെ പണി നോക്കി നടന്നിട്ട് പിന്നെ ചെന്ന് എന്തൊക്കെയുണ്ട് പരിപാടി എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്തിട്ട് പ്രേമിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അന്നത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ കാണിക്കണം. അതായത് അന്ന് അപ്പോഴത്തെ ഒരു മൂഡിന് പറഞ്ഞത് സത്യമാണ്, ഇപ്പം അങ്ങനെയൊന്നുമില്ല എന്നൊരു ഫീൽ തന്നെ അവർക്ക് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം, പയ്യെ പയ്യെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. മനസ്സിലായി? ഇനിയുള്ളത് ബിഗിനിങ്ങിലെ പ്രപ്പോസ് ചെയ്തത്. അതായത് ബിഗിനിങ്ങിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ പ്രപ്പോസ് ചെയ്തത്. അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ കാണിക്കുന്ന അതേ ഫീൽ തന്നെ നമ്മൾ കാണിക്കണം. അതായത് അവർ നമ്മളെ പ്രേമിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റേ ഉള്ളൂ, അവിടെ നമ്മൾ കയറി പ്രപ്പോസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് അപ്പോഴത്തെ ഒരു മൂഡിന് പറ്റിപ്പോയതാ, അങ്ങനെ പറഞ്ഞു പോയതാ, ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾ ഫ്രീ ആയിട്ട് അവരങ്ങ് വിടണം. അതായത് നമ്മൾ അവരോട് വീണ്ടും സംസാരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് പോകുന്നതെന്ന് അവർക്ക് തോന്നരുത്. നമ്മൾ ഇപ്പം എൻ്റെ മൂഡിന്, ഞാൻ ഇപ്പോഴത്തെ മൂഡിന് പറഞ്ഞു പോയതാന്ന് പറഞ്ഞിട്ട് മിണ്ടിക്കൊണ്ട് തന്നെ ഇരുന്ന് അവരുടെ ഫീൽ ഓക്കെ വീണ്ടും മിണ്ടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു വന്നത് എന്നൊരു ഫീൽ വരും. നേരെ മറിച്ചിട്ട് അത് അപ്പോഴത്തെ ഒരു മൂഡിന് പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവൈലബിലിറ്റി ഒക്കെ കുറച്ചിട്ട് ഇപ്പം എപ്പോഴും നമ്മൾ മെസ്സേജ് ഇടുമെങ്കിൽ പിന്നെ കുറച്ച് 1-2 ആഴ്ചത്തേക്ക് മെസ്സേജൊക്കെ കുറയ്ക്കുന്നത്. അതുപോലെ നേരിട്ട് കണ്ടിട്ട് മിണ്ടാൻ പറ്റുമെങ്കിലും അങ്ങനെയൊന്നും പോയി മിണ്ടുന്നില്ല. അതുപോലെ പിന്നെ ഇഷ്ടമുണ്ടോ അങ്ങനെ ചോദിക്കാതെ എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്താൽ അവർക്ക് വീണ്ടും ഇൻട്രസ്റ്റ് വരും എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് അതുവരെയുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ, മുമ്പ് നമ്മളോട് മിണ്ടുമായിരുന്നു, അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കണം. അതായത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് വെച്ചാൽ ഇത്രയുള്ള കാര്യം, ഇപ്പം നിങ്ങളോട് നിങ്ങൾ പ്രപ്പോസ് ചെയ്തപ്പോൾ അക്സെപ്റ്റ് ചെയ്തില്ല, പക്ഷേ മിണ്ടാനുള്ള നല്ലൊരു ഇൻട്രസ്റ്റ് അല്ലേ കാണിച്ചാൽ, അതേ ഫീൽ തന്നെ അങ്ങോട്ട് കൊടുക്കണം. അതായത് എനിക്ക് പ്രേമിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷേ അതായത് പ്രേമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കാണിക്കുകയും ചെയ്യില്ല, പക്ഷേ സംസാരിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. മനസ്സിലായി? അവിടെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കത്തില്ല ഈ കേസിൽ. അതായത് ബിഗിനിങ്ങിൽ നിങ്ങളോട് ചെറിയൊരു ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും, നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുക, അവരിങ്ങോട്ട് വിളിക്കുമായിരിക്കും, കുഴപ്പമൊന്നുമില്ലാതെ തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. മെസ്സേജിൽ സംസാരിക്കുന്നുണ്ട്, കോളിൽ സംസാരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് കയറി പ്രപ്പോസ് ചെയ്തത് നിങ്ങളെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യത്തില്ലായിരിക്കും. ഓക്കെ, എനിക്കിഷ്ടമല്ല വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് ബ്ലോക്കൊന്നും ചെയ്യത്തില്ലായിരിക്കും. അവിടെ നിങ്ങൾ ഓക്കെ അത് അപ്പോഴത്തെ ഒരു ഇതിന് പറ്റിപ്പോയത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അന്ന് പോലും നിങ്ങൾ പ്രേമിക്കുന്നുണ്ട് എന്ന് കാണിക്കാതിരിക്കണം. അതുപോലെ എന്നാലും ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, മിണ്ടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. മനസ്സിലായി? പിന്നുള്ളത് ചേസിങ് ആൻഡ് പ്രപ്പോസ്. അപ്പോൾ നിങ്ങൾ ചേസ് ചെയ്തിട്ട് പ്രപ്പോസ് ചെയ്ത് അവിടെ മോസ്റ്റ്ലി പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന പാടുള്ള കാര്യമാണ്. അതായത് ഒരുപാട് ചേസ് ചെയ്ത് അവർക്കാണെങ്കിൽ ബെയിനിങ് സ്റ്റേജ് കൂടെ നമ്മളോട് അട്രാക്ഷനും ഇല്ല, ഒരു മൈരും ഇല്ല ബീനിങ്ങിൽ, അങ്ങനെ നമ്മളോട് അറ്റാച്ച്മെൻറ്റും ഇല്ല. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചേസ് ചെയ്ത് ഉള്ള ഇൻട്രസ്റ്റോടെ താഴ്ത്തി. ബിഗിനിങ്ങിൽ നിങ്ങൾ ചേസ് ചെയ്തിട്ട് പിന്നെ പ്രപ്പോസ് ചെയ്തെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചേസിങ് എല്ലാം സ്റ്റോപ്പ് ആക്കിയിട്ട് കുറേ നാളത്തേക്ക് എഫേർട്ടൊന്നും എടുക്കാതിരിക്കുക. മനസ്സിലായി? അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു വിലയില്ലാത്തൊരു സാധനമായിട്ടായിരിക്കും കാണുന്നത്. കുറച്ചാൾ നിങ്ങൾ ചേസിങ്ങും എല്ലാ കാര്യവും കംപ്ലീറ്റ് സ്റ്റോപ്പ് ആക്കുമ്പോൾ, അതായത് എന്നെ ഇഷ്ടമാണോ ഇങ്ങനെ ചോദിച്ച് പുറത്ത് നടക്കുന്ന എല്ലാം സ്റ്റോപ്പ് ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങളെ ഒരു നോർമലായിട്ട് കാണാൻ തുടങ്ങും. ചേസിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത്, അതുപോലെ അപ്പോൾ നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വിലയില്ലാത്തൊരു സാധനമായിട്ട് കണ്ട്, ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വില ഉള്ളതായിട്ടും കാണുന്നില്ല, വിലയില്ലാത്തതായിട്ടും കാണുന്നില്ല, അതിനൊരു ഇടയ്ക്ക് നിൽക്കും, ഒരു ന്യൂട്രൽ പോലെ ആവും. മനസ്സിലായി? അതായത് ചേസിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങളെ ഒരു സാധാരണ ഒരു പൈനായിട്ടെങ്കിലും കാണാൻ തുടങ്ങും. മറ്റേതാണെങ്കിൽ നിങ്ങളെ ഒരു പട്ടിയെ പോലെ, സത്യം പറയുമോ, അങ്ങനെ കാണത്തുള്ളൂ അവർ. ഓക്കെ, എന്തിനാ ഈ മയിര് ഇങ്ങനെ പുറകെ നടക്കുന്നത് എന്നൊരു ഫീലായിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളൊരു പട്ടി പുറകെ നടക്കുന്ന പോലെ കാണാൻ തുടങ്ങും. നിങ്ങളതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളൊരു സാധാരണ പയ്യനായിട്ട് കാണാൻ തുടങ്ങും. ഓക്കെ,
അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യം ചെയ്ത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ചോയ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പത്തേക്കാൾ ഒരുപാട് ബെറ്ററായി. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരുപാട് മാറി, ആ പഴയ നീഡിയൊന്നും അല്ല. ഇതുപോലത്തെ ബിഹേവിയറൊക്കെ കാണിച്ച് എന്ത് ചെയ്യണം, അപ്പോഴെന്ത് പറ്റും, പയ്യെ നിങ്ങളുടെ ഓരോ ചേഞ്ച് കാണുമ്പോഴും അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങും. ഓക്കെ, പഴയ പോലെ അല്ല. അതുപോലെ എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് വേണം. നിങ്ങൾ എന്തെങ്കിലും ഒരു പാഷൻ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതാണ് നിങ്ങളുടെ വാല്യൂ. മനസ്സിലായി? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ട്, എന്തോ ഒരു പാട്ട് പാടാനുള്ള കഴിവുണ്ട്, എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് വേണം. അതുപോലെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ബെറ്ററായി, ലുക്കിൽ ബെറ്ററായി. മനസ്സിലായി? അപ്പം ഇതുപോലെ നിങ്ങൾ നോർമലായിട്ടെങ്കിലും, അതായത് ഒരു സാധാരണ പയ്യനായിട്ടെങ്കിലും നിങ്ങളെ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒരു ഇൻട്രസ്റ്റ് വരുത്താൻ പറ്റും. പിന്നെ നിങ്ങൾ പോയി അപ്രോച്ച് ചെയ്യണം. മനസ്സിലായി? അതായത് നിങ്ങൾ ഒരുപാട് മാറി എന്നുള്ള ഫീൽ തന്നെ വരുത്തണം. എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ മാരുതി കാറ് എന്തോ ആളുകൾ വാങ്ങത്തില്ലെന്നോ അങ്ങനെ എന്തോ തോന്നിയപ്പോൾ എന്ത് ചെയ്തു, അവർ മൊത്തത്തിൽ ആ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ പൊളിച്ചെഴുതിയിട്ട് പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കി. മനസ്സിലായി? ആ മാരുതി അതായത് ഒരു പുതിയൊരു സ്ക്രിപ്റ്റ് എഴുതി. അത് നെക്സ എന്ന് പറഞ്ഞ് പുതിയൊരു ഇത് കൊണ്ടുവന്നു. മനസ്സിലായി? അതായത് ഇപ്പോൾ മാരുതി തന്നെ വേറെ കാർ ഇറക്കിയെങ്കിൽ എന്ത് ചെയ്തേനെ, അവന്മാർ പറഞ്ഞു ഞാനാണ്ട പുതിയ പെയിൻ്റ് അടിച്ച് ഇറക്കിക്കൊണ്ട് വന്നേക്കോ ആക്രി എന്ന് പറയും. മനസ്സിലായി? അവരെന്ത് ചെയ്ത് അത് മൊത്തം മാറ്റിയിട്ട് പുതിയൊരു സാധനം ഇറക്കി. മനസ്സിലായി? അതുപോലെ നമ്മളൊരു ന്യൂ പ്രോഡക്റ്റ് ആവണം. മനസ്സിലായി? അങ്ങനെ ബിഹേവ് ചെയ്യണം. നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആകാൻ തോന്നണം. അപ്പോഴെന്തൊരു പഴയ നീഡിയല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വീണ്ടും ഹയർ വാല്യൂ കാണാൻ തുടങ്ങും. ഓക്കെ, നമുക്ക് ചോയ്സുകൂടെ ഉണ്ടെന്നുള്ള ഫീലോടെ കൊടുക്കണം. നമ്മളിപ്പോൾ ഒരുപാട് പെണ്ണുങ്ങളോട്ട് ഡേറ്റ് ചെയ്യുന്ന പോലോ അല്ലെങ്കിൽ മിണ്ടുന്ന പോലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് ബിഗിനിങ്ങിലുള്ള കാര്യമാണ്, റിലേഷൻഷിപ്പിലുള്ള കാര്യമല്ല. റിലേഷൻഷിപ്പിലും വർക്കാവും. അതായത് നമ്മൾ പഴയ നീഡിയല്ല എന്നൊരു ഫീൽ അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു നോർമലായിട്ട് കാണാൻ തുടങ്ങും. പിന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായി? നേരെ മറിച്ച് നിങ്ങൾ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടും പഴയ നീഡിയായിട്ട് തന്നെ ഇരിക്കുവാണെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മനസ്സിലായി? പിന്നുള്ളത് ഇൻട്രസ്റ്റഡ് ബട്ട് റിജക്റ്റഡ്. അതായത് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എന്നിട്ട് റിജക്റ്റ് ചെയ്താൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നല്ല ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരുന്നതാണ്. ആ പെണ്ണ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവളുടെ ക്യൂരിയോസിറ്റി പോയി. നമ്മൾ പ്രപ്പോസ് ചെയ്തപ്പോൾ അവളുടെ ക്യൂരിയോസിറ്റി പോയി. ആ കാരണം കൊണ്ട് അവൾ റിജക്റ്റ് ചെയ്ത്. ഓക്കെ, അവിടെ ചെയ്യേണ്ടത് അഗെയിൻ അന്ത ഫീലിങ്സ് കൊടുക്കാൻ പറ്റിയാൽ ചിലപ്പോൾ നമ്മളോട് വീണ്ടും ഇൻട്രസ്റ്റ് വരും. ഞാനീ പറയുന്നതെല്ലാം ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, ഉറപ്പായിട്ട് നടക്കുന്നില്ല. കാരണം സിറ്റുവേഷൻ വേറെ വേറെ ആയിരിക്കും. പക്ഷേ ഈ അടുത്ത പ്രോസസ്സ് ഇതാണ്, അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോഴേ എഗെയിൻ അവൾക്കൊരു ഡൗട്ട് തോന്നുവാണ്. അതായത് ഇപ്പോഴും ഇവനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഇല്ല എന്നൊരു ഡൗട്ട് തോന്നും. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഗേളോട്ട് മിണ്ടിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അവളങ്ങ് ചാടിക്കയറി പ്രപ്പോസ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവൾക്ക് ക്യൂരിയോസിറ്റി പോയതുകൊണ്ട് തന്നെ അവൾക്ക് എന്നെ വിളിക്കണമെന്നൊന്നുമില്ല. കാരണം ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ താഴെ ഏത് പെണ്ണൊന്ന് കൊണ്ടുപോകാൻ ഈസി ആയിട്ട് കിട്ടിയില്ലേ, ഇവൻ എപ്പോൾ വേണേലും അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ വെറും ചീപ്പായിട്ട് വിചാരിക്കും. അപ്പോൾ ഞാൻ എന്ത് ഫീൽ കൊടുക്കണമെന്ന് വെച്ചാൽ, ഞാൻ വേറൊരു പെണ്ണിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീലോടെ കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പഴയ അതായത് വേറൊരു പെണ്ണിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഫീൽ കൊടുത്താൽ മതി. അപ്പോൾ എന്നെ ഒരു ചോയ്സ് ഉള്ള ആളായിട്ട് കണ്ടോളും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവൾക്കൊരു കൺഫ്യൂഷൻ വരണം. ഞാനിപ്പോൾ പഴയ പോലെ അത്ര അവൈലബിൾ ആവുന്നില്ല, അതുപോലെ എൻ്റെ ഇനിഷ്യേറ്റീവ് കുറയുന്നു, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഒത്തിരി ഒന്നും സംസാരിക്കുന്നില്ല, അതായത് മിണ്ടുന്നുണ്ട് പക്ഷേ എന്തോ ഒരു കുറവുണ്ട് എന്നൊരു ഫീൽ വരുമ്പം അവർക്ക് എന്ത് ഫീലാണെന്ന് വെച്ചാൽ എഗെയിൻ ആ ഫീൽ വരും. ഇവൻ എന്നോട് പഴയ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഇല്ലേ. മനസ്സിലായി? അതായത് പ്രേമിക്കുന്നുണ്ടെന്നുള്ള ഫീൽ ഞാൻ കാണിക്കില്ല, പകരം മുമ്പ്, അതായത് പ്രപ്പോസിന് മുമ്പ് എവിടെയാണോ അതേ ഫീൽ മാത്രമേ ഞാൻ കാണിക്കാവൂ. മനസ്സിലായി? അവൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഇനി ഇവൻ എന്ത് ചെയ്യും, എടി എന്നെ ഇഷ്ടമാണോ, നീ ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോ, മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഇനി വിളിക്കുമ്പോഴെല്ലാം അവൻ ഇതിനെക്കുറിച്ച് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. നമ്മളെന്ത് ചെയ്യും, വിളിച്ചിട്ട് ആടി എന്താ പരിപാടി, കോമൺ സാധാരണ പോലെ തന്നെ സംസാരിക്കും. ഓക്കെ, മുമ്പ് എങ്ങനെയായിരുന്നു ഏതാണ്ട് അതുപോലെ തന്നെ സംസാരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ഫീൽ വരുമെന്ന് വെച്ചാൽ, നമ്മൾ പ്രേമിക്കുന്നുണ്ടെന്നുള്ള ഇത് കാണിക്കരുത്. മനസ്സിലായി? നമ്മളെന്ത് ചെയ്യുന്നു, മുമ്പ് പറഞ്ഞ പോലെ തന്നെ സംസാരിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതി മാത്രം കാണിക്കുന്നു. എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ മൊത്തത്തിൽ നോ കോണ്ടാക്റ്റ് ഒന്നും എടുക്കില്ല ഇവിടെ. പിന്നെ ഇൻട്രസ്റ്റേ ഇല്ലാതെ കാണിക്കുന്നെങ്കിൽ നോ കോണ്ടാക്റ്റ് എടുക്കുക. അതായത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഒരുപാട് നാൾ, അതായത് ഒരു 2-3 മാസം അതിലും കൂടുതൽ, അല്ലെങ്കിൽ 2 മാസം അതിൽ കൂടുതൽ നല്ലപോലെ മിണ്ടിയിട്ടുണ്ട്, നല്ല കണക്ഷനുണ്ട്, നല്ല ക്ലോസ് ആണ്, അതിന് ശേഷമാണ് പ്രപ്പോസ് ചെയ്തപ്പോൾ റിജക്റ്റ് ചെയ്തത്. അങ്ങനെ ഒന്നെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് എടുത്താൽ വർക്കാവും. കാരണം നല്ലൊരു കണക്ഷനുണ്ട് അതുകൊണ്ട്. അല്ലാതെ നോ കോണ്ടാക്റ്റ് എടുക്കണ്ട. നോ കോണ്ടാക്റ്റ് എടുക്കാതെ
ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് പ്രേമമില്ല എന്നൊരു ഐഡിയ തന്നെ നിങ്ങൾ അങ്ങോട്ട് കാണിച്ചിട്ട് ബിഹേവ് ചെയ്യണം. മനസ്സിലായി? അതായത് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നില്ല ഐഡിയ എന്തായി, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, നമ്മൾ അങ്ങനെ ഒരു സംഭവം നടക്കാത്ത പോലെ. അതോ അവരിങ്ങോട്ട് പറയും മോൻ പ്രപ്പോസൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു, അതായത് നമ്മളന്ന് പ്രപ്പോസ് ചെയ്തതിനെക്കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞാലും ഞാൻ മുമ്പ് പറഞ്ഞ കോൺസെപ്റ്റ് അത് തന്നെ, അതപ്പോഴത്തെ ഒരു മൂഡിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പഴയ പോലെ തന്നെ സംസാരിക്കണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എഗെയിൻ അവർക്ക് ഡൗട്ട് അടിക്കും, എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റിൽ. അപ്പം എഗെയിൻ അന്ത ക്യൂരിയോസിറ്റി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും, വീണ്ടും ഇൻട്രസ്റ്റിൽ തന്നെ നിൽക്കും. മനസ്സിലായി? പിന്നെ എന്ത് ചെയ്യണം, ആ പഴയ കാര്യം തന്നെ വീണ്ടും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ തന്നെത്താനെ ഡെവലപ്പായി മേലോട്ട് വന്നോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, ഓൾറെഡി നമ്മൾ അവോയ്ഡ് ചെയ്യാതെ ഇൻട്രസ്റ്റായിട്ട് മാത്രം സംസാരിക്കുന്ന ആളാണെങ്കിൽ അവിടെ അവൈലബിലിറ്റി ഒരുപാട് ആവാതെ ബോറടിക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇൻട്രസ്റ്റ് തന്നെ ഡെവലപ്പ് ആയിക്കോളും. എവിടെയാണ് കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ മിണ്ടുന്നുണ്ട് പക്ഷേ എന്തോ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ മിണ്ടുന്നുണ്ട് പക്ഷേ ഇൻട്രസ്റ്റ് ഇപ്പോൾ കുറവാണ്, അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ അട്രാക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അതല്ലാതെ നോർമലി നമ്മളോട് തുടക്കത്തിൽ ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ലപോലെ ഇപ്പോൾ എക്സ് ബാക്കിലായാലും അങ്ങനെ തന്നെ നമ്മൾ നല്ലപോലെ മിണ്ടിക്കൊണ്ടിരുന്നാൽ അത് ഇൻട്രസ്റ്റ് തന്നെ ഡെവലപ്പ് ആയിക്കോളും. കാരണം അവരിങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊരു ഇതും കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് തന്നെ ഡെവലപ്പ് ആവും. പ്രേമിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കാനും പാടില്ല, പക്ഷേ ഇൻട്രസ്റ്റ് കാണിക്കാൻ വേണം. ഇതെങ്ങനെ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. പ്രേമിക്കാനുള്ള ഇൻട്രസ്റ്റ് അല്ലാതെ എനിക്ക് അവളോട് നല്ലൊരു ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യും, അത്ര ആലോചിച്ചിട്ട് അതുപോലെ ചെയ്താൽ മതി. അതായത് എക്സാമ്പിൾ പറയാം, നിങ്ങൾക്കിപ്പം പ്രപ്പോസിന് മുമ്പ് വരെ നിങ്ങൾ ഒത്തിരി അവൈലബിളായി, പെട്ടെന്ന് റിപ്ലൈ കൊടുക്കും, അതുപോലെ പ്രയോറിറ്റി മാറിയിട്ട് നിങ്ങൾ പെട്ടെന്ന് പ്രയോറിറ്റി അവൾക്ക് കൊടുക്കും, അങ്ങനത്തെ ബിഹേവിയർ ആണെന്ന് വെച്ചോ. അപ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, ഇവക്ക് എന്നെ പ്രേമിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, അതിൽ താഴെയുള്ള ഇൻട്രസ്റ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഇൻട്രസ്റ്റ് കൂടി ആവുന്നവരെ ഞാൻ എന്ത് ചെയ്യണം, ഞാനും എൻ്റെ പ്രേമിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യണം, എനിക്കും ഒരു നല്ലൊരു ഇൻട്രസ്റ്റ് എനിക്കേ ഉള്ളൂ. ഞാൻ പ്രേമിക്കുന്ന പോലെ കാണിക്കാൻ പാടില്ല, നല്ല ഇൻട്രസ്റ്റാണ് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇൻട്രസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. പ്രേമം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യും? അവൾ മെസ്സേജ് ഇട്ടാൽ ഉടനെ പോയി ഞാൻ റിപ്ലൈ കൊടുക്കത്തില്ല. എനിക്ക് സാധാരണ ഒരു ഇൻട്രസ്റ്റാണ്, സാധാരണ ഒരു താല്പര്യമാണ് ഒരാളോട് ഉള്ളതെങ്കിൽ ഞാനിപ്പോൾ റീല് കണ്ടുകൊണ്ടിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും, റീല് കണ്ട് തീർത്തിട്ടായിരിക്കും പോയി അവർക്ക് റിപ്ലൈ കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഒരാളോട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അയക്ക് അയച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചെന്ന് മെസ്സേജ് ഇടുന്നത്. അതുപോലെ കോളേജിലൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ സംടൈംസ് വേറെ ഫ്രീ ടൈം കിട്ടുമ്പോൾ വേറെ ആളുകളോട് പോയി മിണ്ടുന്നത്. അതുപോലെ മനസ്സിലായി, നമ്മൾ 100% ഉള്ളപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മൊത്തം അവൈലബിലിറ്റി അവർക്ക് കൊടുക്കും, പ്രയോറിറ്റി അവർക്ക് കൊടുക്കും. എനിക്ക് IPL ഉണ്ട് പക്ഷേ ഞാൻ IPL കാണുന്നില്ല, നിന്നോട് മിണ്ടിക്കൊണ്ടിരിക്കും എന്ന് പറയും. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രയോറിറ്റി ഷിഫ്റ്റ് ചെയ്യണം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണം ഞാൻ IPL കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെ തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് പോകണം. മനസ്സിലായി? അതുപോലെ മുമ്പൊക്കെ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുന്നെങ്കിൽ ഇച്ചിരി ഇപ്പോൾ കുറച്ച് സ്ലോ ആക്കണം. കാരണം നമുക്ക് പ്രേമം ഉണ്ടെന്ന് കാണിക്കുന്ന പോലെ ഇരിക്കും നമ്മൾ എപ്പോഴും പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുന്നു, എപ്പോഴും അവൈലബിൾ ആവുന്നു. അതുപോലെ ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കുകയേ ചേരുന്നതല്ല പറയുന്നത്, ഒരുപാട് ഓവറായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ പ്രേമം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ കുറച്ച് കുറയ്ക്കണം. മനസ്സിലായി?